തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുമ്പോഴും നിങ്ങളത് ഫിൽ ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രോസസ്സ് ചെയ്ത് പോകുമ്പോഴേക്ക് തന്നെ മറ്റുള്ളവർക്ക് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കി ഇരുന്നിട്ട് ഹീലിംഗ് ചെയ്യാനോ ഫോയി ചെയ്യാനെ പറ്റി ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പെയിനാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നതാണ് വാസ്തവം. സ്പെസിഫിക്കലി അവരോട് ചോദിക്കും ഇത് ഓക്കെ ആണോ, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ളത്. എന്തോ സംസാരിക്കണം തോന്നി. ഫാത്തിമക്ക് ഫ്യൂച്ചറിൽ എന്താ വേണ്ടത്? അത് കണ്ട ഉടനെയാണ് ഒഴിവാക്കിയത്. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എഗെയിൻ ഗൈഡ് ടോക്ക് സൺഡേ. ഓരോ സൺഡേസ് എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് അറിയണേ ഇല്ല. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ഇങ്ങനൊരു ഗ്യാതറിങ് ഗൈഡ് ടോക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ ഇത് 10ാമത്തെ വീക്കാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എപ്പോഴും ഉള്ളതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ എത്ര നേരത്തെ ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി പറയുമ്പോൾ എല്ലാവരും ഫുട്ബോളിൻ്റെ ഒക്കെ ഒരു ഭ്രാന്തിലേക്ക് കൂടി കയറിയിരിക്കുന്നൊരു പീരീഡാണ്. അപ്പോഴും സ്റ്റിൽ ഗൈഡ് ടോക്ക് കേൾക്കാനും ഒക്കെ എല്ലാവരും സമയം മാറ്റി വെക്കും എന്ന് പറയുമ്പം വി ആർ റിയലി ഹോണേഡ് ആൻഡ് ബ്ലെസ്ഡ് ടു ഫീൽ ആൻഡ് വിറ്റ്നസ് ദിസ്. പിന്നെ നമ്മുടെ 272nd സൺഡേ ആണ്. ഈ യാത്ര തുടങ്ങിയിട്ട് 272ാമത്തെ ആഴ്ച നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും മിനിയാന്നൊക്കെ ഞാനിങ്ങനെ കഴിഞ്ഞതും അതിന് മുന്നേക്കുള്ള Q&A സെഷൻസിൽ ഞാൻ ചില ആൾക്കാരെ ഡയറക്റ്റ് കുറച്ച് നേരം ഡീൽ ചെയ്തവരുണ്ട്. അവരുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഒന്ന് ഫോളോ അപ്പ് എടുക്കാൻ പറഞ്ഞിരുന്നു മെൻറ്റേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രോസസ്സ് ചെയ്ത് പോകുമ്പോഴേക്ക് തന്നെ പിന്നെ അവരത് വീട്ടിൽ പോയിട്ട് ടൂള് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായി, ലൈവ് ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതൊരു ഭയങ്കര ടേക്ക് അവേ ആയിട്ട് തോന്നുന്നില്ല. സോ ഐ എം വെരി ക്യൂരിയസ്. ഇപ്പോൾ പലപ്പോഴും ചില ആൾക്കാരെ നമ്മൾ Q&A സെഗ്മെൻറ്റിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് സമയം എടുക്കാറുണ്ട്. ചിലത് 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. അതിൽ വേറൊരു രസം, അങ്ങനെ ഒരാളിൽ ചെയ്യുമ്പോൾ പോലും അത് നോക്കി നിന്ന ആളുകൾക്ക് കുറേ പോയിന്റ് ട്രിഗർ ആവുന്നു, അവർക്ക് കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ സെലവിൽ ഗോൾ അടിക്കാമെന്ന് പറഞ്ഞ പോലെ അവരിവിടെ അവരെ മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള പാർട്ട് തുറന്നു വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പായിട്ട് വരുമ്പം ഓൺലൈനിൽ ഇരിക്കുന്നവരും കേട്ടിരിക്കുന്നവർക്ക് ഉള്ളിൽ എവിടെക്കോ തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വേണ്ടി അവർ സംസാരിക്കണം, നമ്മുടെ ഒരു പ്രതിനിധിയായി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഹീലിംഗ് സംഭവിച്ച വി കോൾ ഇറ്റ് എസ് മിററിങ്. ഒരാളെ ഒരു റൈറ്റ് പ്രൊസീജിയർ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ തേർഡ് പേഴ്സണായിട്ട് അത് നോക്കിയിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇമ്മേഴ്സീവായിട്ട് ജഡ്ജ് ചെയ്യാതെ ന്യൂട്രലായിട്ട് കാമായിട്ട് ഓപ്പണായിട്ട് അവിടെ സറണ്ടേഡ് ആയിട്ട് ആ പ്രൊസീജിയേഴ്സിന് ഒരാൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ലേണിംഗ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് ചരിത്രത്തിലേക്ക് കാണാൻ പറ്റും, നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇപ്പോൾ മലയാളി ആയിട്ടുള്ളൊരു പ്രസിഡൻ്റ് ഉണ്ട് നമുക്ക്, അല്ലേ? ആരായിരുന്നു മലയാളി ആയിട്ടുള്ള പ്രസിഡൻറ്റ്? കെ ആർ നാരായണൻ, ഡോക്ടർ കെ ആർ നാരായണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് കാണാം അദ്ദേഹത്തിന് അത്രമാത്രം പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഫീസ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് നിന്നും പുറത്താക്കിയപ്പം പുറത്തിരുന്നിട്ട് ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് ടീച്ചർ പഠിപ്പിക്കണം നോക്കിയിരുന്ന് മിറർ ചെയ്തിട്ട് അങ്ങനെ വലിയ നിലയിലെത്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ക്യാഷ് ഇല്ലാത്തതല്ല പ്രശ്നം, ഇവിടെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു വെൽത്തില്ല. ദാറ്റ് മീൻസ് നമ്മളെ കാര്യങ്ങൾ ചിലർക്ക് വൾണറബിൾ ആവുന്ന ആ പോയിന്റ് ഉണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ അത് തുറന്നു പറയാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കിയിരുന്നിട്ട് ഹീലിംഗ് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴേ പറയാറുള്ളതാണ്, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നിങ്ങളവിടെ പ്രസൻസിലുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ റിയാലിറ്റിയിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ വലിയ കേസായിട്ടുള്ള പല മെഡിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ചില ഫാമിലി ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ തന്നെ സോൾവ് ആയി എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പം മെൻറ്റേഴ്സിനെ അറിയിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യണം. കാരണം നമ്മളെപ്പോൾ അത് നോട്ട് ചെയ്യും, നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്യും. അതിൻ്റെ ഡാറ്റ കൂടി വെച്ചിട്ട് നമ്മൾ അടുത്തൊരു ഗൈഡ് ടോക്കിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അവെയർനെസ് കൂട്ടുക എന്നുള്ളതാണ്. സോ വളരെ രസമായിട്ട് തോന്നി പല വിഷയങ്ങളും. പിന്നെ ഒരിക്കലും നമ്മളിവിടെ ക്ലിനിക്കലായിട്ടോ മെഡിക്കലായിട്ടോ ഒരു പ്രൊസീജിയേഴ്സും ചെയ്യുന്നില്ല. ഇവിടെ വരുമ്പം നമ്മൾ ആകെ ശ്രമിക്കുന്നത് എല്ലാത്തിലും മരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് സാമ്പത്തിക രോഗമാകട്ടെ, ശാരീരിക രോഗമാകട്ടെ, ദാമ്പത്തിക രോഗമാകട്ടെ, ഒക്കെ രോഗം തന്നെയാണ്. അറിവില്ലായ്മ മറ്റൊരു രോഗമാണ്. അപ്പം എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നതാണ് വാസ്തവം, എല്ലാം മരുന്നാണ് എന്നതാണ് വാസ്തവം.
എല്ലാം മരുന്നാണ്, പക്ഷെ എല്ലാത്തിനും മരുന്നാകണമെങ്കിൽ അത് മരുന്നാകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് വർക്കാവണം. ഡോക്ടർ ചിലപ്പം ഡ്രസ്സ് ഹീൽ ചെയ്യുക അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞു, വൂണ്ട് ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞു. ഗോഡ് അത് ഹീൽ ചെയ്യുക എന്ന് പറയുമ്പം എന്തിലൂടെയും ദൈവം തമ്പുരാന് ഹീലിംഗ് പോസിബിൾ ആക്കാം. പക്ഷെ എന്തും ശമനമാകാൻ എന്തോ ഒന്ന് വർക്കാവണം. അത് വർക്കാവുമ്പോഴാണ് നമുക്ക് ആ ഹീലിംഗ് കിട്ടുക എന്നുള്ളതാണ്. അതിന് പല പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഫ്യൂച്ചർ മെഡിസിൻ എന്ന് മുന്നേ ശാസ്ത്രജ്ഞന്മാരിൽ പലരും ഉപദേശിച്ച സജസ്റ്റ് ചെയ്ത് വെച്ചതാണ് എനർജി മെഡിസിൻ. ഊർജം എന്നതൊരു മരുന്നാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫുട്ബോളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. കാലൊക്കെ മുറിഞ്ഞ് വേദനിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചെറിയ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടത്തിലൊക്കെ കളിക്കുമ്പം ബൂട്ടൊന്നും ഉണ്ടാവില്ല, ചളിയിലൊക്കെ ആയിരിക്കും കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ കുപ്പിച്ചില്ലുകൾ ഉണ്ടാവാം, മുള്ളുണ്ടാവാം, ചെറിയ ചെറിയ പോറുന്ന കല്ലുകൾ ഉണ്ടാവും. ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ആവേശത്തിൽ ഓടിച്ചാടി കളിക്കുമ്പോൾ കാല് ഉരസും മുറിയും, ചിലപ്പം ബ്ലഡൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് കയറും, ചളി കയറും. നല്ല പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷേ ഊർജം ഉയർന്നു നിൽക്കുന്ന കളിയുടെ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉയർന്ന ഊർജത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആ ഒരു ഊർജ്ജം എന്തൊക്കെ പോസിബിൾ ആക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് എനർജിയാണ്. ആ എനർജിയെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ പല മീഡിയംസ് ഉണ്ട്. ചിലപ്പോൾ അത് അലോപ്പതിക് മെഡിസിൻസ് ആവാം, ചിലപ്പോൾ അത് വേറെ മെത്തേഡ്സ് ആകാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനർജി എന്നതിനെ മെഡിസിനായിട്ട് സമീപിക്കാൻ പറ്റുന്ന ഒരു തലമുണ്ട്. ആ തലം വർക്കാവലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഞാൻ ഇന്ന് പ്രെയറിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം ലാസ്റ്റ് വീക്കിലെ നമ്മളെ ടോപ്പിക് തന്നെ പ്രെയർ ആയിരുന്നു. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോഴാണ് പ്രാർത്ഥന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിട്ട് മാറുന്നത്, അതും ഒരു ടൂളായിട്ട് എങ്ങനെയാണ് മാറുന്നത്, ഒരു മാധ്യമമായിട്ട് ഒരു ടൂളായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഐ തിങ്ക് നമുക്ക് കുറച്ചുകൂടി എനർജി എന്ന മെഡിസിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. ഞാൻ പറയാറുണ്ട്, ദൈവത്തിന് പഠിച്ചവനിക്ക് കുറേ പേരുകളുണ്ട്. അപ്പോൾ ഓരോ പേരെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മോഡിൽ പഠിച്ചവൻ അറിയാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? അപ്പോൾ 99 നാമങ്ങൾ, ദൈവിക നാമങ്ങൾ അല്ലെങ്കിൽ സഹസ്രനാമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദൈവത്തിന് പല പേരുകൾ എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പലതായതുകൊണ്ടല്ല, പലതായിട്ട് ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട റെലം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഷ്യസ്നെസ് ആണ് കോൺഷ്യസ്നെസ് ഓഫ് ഹീലർ. ഇപ്പോൾ ഹീലറാകുന്നു ദൈവം എന്ന് പറയുമ്പം, പഠിച്ചോട് എന്ന് പറയുമ്പം, തമ്പുരാൻ എന്ന് പറയുമ്പം ശമിപ്പിക്കുന്നവനാണ്. അപ്പോൾ ശമിപ്പിക്കുന്ന തമ്പുരാനിന് കൊടുത്തിരിക്കുന്ന അറബിക് ടേമിൽ നമ്മളെടുത്താൽ അതിന് ഷാഫി എന്നാ പറയുക, അല്ലേ? ഷിഫ നൽകുന്നവൻ, ശമനം നൽകുന്നവൻ എന്നതാണ് ഹീലർ. ഹീലിംഗ് പോസിബിൾ ആക്കുന്നവൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീലിംഗ് എന്ന വാക്ക് കേൾക്കുമ്പം പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുക ഒരു ശാരീരികമായിട്ടുള്ള എന്തോ അസുഖത്തിനൊരു പരിഹാരം കിട്ടുമ്പം അവിടെ ഒരു ഹീലിംഗ് നടത്തുന്നതാണ് ജനറലി കേൾക്കാം. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് കൂടിയവർക്കറിയാം മാനസികം കൂടിയായിട്ടുള്ള, അത് ഭ്രാന്തല്ല ഉദ്ദേശിച്ചത്, ഇനി ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോൾ ചിലർ ഇങ്ങനെ ഒരു ക്ലാസ്സിന് പോകാന്ന് പറയുമ്പോൾ പറഞ്ഞ് ചോദിക്കാൻ എനിക്കൊരു വട്ടുണ്ടോ, എനിക്കൊരു ഭ്രാന്തുണ്ടോ, അത് ഭ്രാന്ത് എന്തെങ്കിലും ഉള്ളവർക്കല്ലേ, മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കുള്ളതല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ഇത് വട്ടോ ഭ്രാന്തോ എന്നുള്ളതൊന്നുമല്ല. അറിവ് എന്നത് നമുക്ക് ഒരുപാട് തലത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങനെ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, അത് മാത്രമല്ല പല പല റെലംസ് ഉണ്ട്. ഇതിനൊക്കെ ശമനമായിട്ട് എന്ത് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ അതിനൊക്കെ ഉത്തരമായിട്ട് നമുക്ക് എന്ത് പ്രവർത്തിച്ചാലും അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദ കോൺഷ്യസ്നെസ് ഓഫ് ദ ഷാഫി എന്നാണ് പറയുക. ഷാഫി കോൺഷ്യസ്നെസ് എന്നാണ്, ഹീലർ കോൺഷ്യസ്നെസ് എന്നാണ്. ഡിവിഡിറ്റിയിൽ, ഓൾമൈറ്റിയിൽ നിന്നും നമുക്ക് ഹീലിംഗ് എന്ന പേഴ്സ്പെക്റ്റീവിൽ ഒരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോഴാണ് അടുത്ത ചോദ്യം, എങ്ങനെയാണ് പഠിച്ചവൻ അല്ലെങ്കിൽ തമ്പുരാൻ അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് എങ്ങനെയാണ് ഊർജത്തിലൂടെ നമ്മളെ ശമിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് അല്ലേ 2 തലമുണ്ട്. ഒന്ന് നമ്മുടെ ശരീരം. ആ ശരീരം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക, ഒരു ക്യാപ്റ്റനെ പോലെ നമുക്കൊരു മൈൻഡ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഈ മനസ്സ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ ചില തീരുമാനങ്ങൾ ശരിയാകും, ചില തീരുമാനങ്ങൾ തെറ്റിപ്പോവും. ചില സമയത്ത് മനസ്സ് നമ്മളോട് കൂടുതൽ മടി പിടിച്ചിരിക്കാൻ പറയും, കൂടുതൽ കിടന്നുറങ്ങിക്കോളാൻ പറയും, ശരീരമൊന്നും ശ്രദ്ധിക്കാതെ, സമയമൊന്നും ശ്രദ്ധിക്കാതെ, ഊർജ്ജമൊന്നും ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ നടക്കാൻ വേണ്ടി പറയും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ആ കാരണം കൊണ്ട്, മനസ്സങ്ങനെ മടി പിടിച്ച് ജട പിടിച്ച് കിടന്ന ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് സമയാസമയത്തിന് പഠിക്കാൻ പറ്റിയില്ല, അപ്പം നമ്മൾ അറിവില്ലാത്തവരായിപ്പോയി എന്നതുകൊണ്ട് നമുക്ക് നല്ലയിടത്തേക്ക് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളെ ലൈഫ് ചിലപ്പം കഷ്ടത്തിലായി പോയിട്ടുണ്ടായിരിക്കാം. അറിവ് നേടാതിരിക്കാൻ മനസ്സിന് തോന്നി, അറിവ് വേണ്ടാന്ന് മനസ്സിന് തോന്നി. ആ മനസ്സ് അവിടെ എത്തിച്ചതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചിലപ്പോൾ വൈകേടിലായിപ്പോവും. ഇതേപോലെ തന്നെ
ശാരീരികമായിട്ടുള്ള വ്യായാമ മുറകളോ ശരിയായിട്ടുള്ള ഉറക്കത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാണ്ട് കുറേ നേരം സ്ക്രോൾ ചെയ്തിരുന്നോ, കുറേ നേരം ഉറക്കം ഒളിച്ച് ഇങ്ങനെ ഇരുന്നോ എന്ന് മനസ്സ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞപ്പം നമ്മളത് പിന്തുടർന്ന് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നോണം ചിലപ്പോൾ നമുക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം. അവിടെ ഈ മനസ്സിനൊരു പങ്കുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പലർക്കും ചെയ്തു കൊടുക്കാനും ബന്ധങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ സുലഭമായ രീതിയിൽ നിലനിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിൽ കൂടി ചില സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മനസ്സിന് തോന്നാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പം ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിന് ഇങ്ങനെ തോന്നാണ് കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്തിനാ ഇപ്പം തന്നെ അതൊക്കെ ചെയ്യേണ്ടത്, ഞാൻ തന്നെ അത് ചെയ്യാനുള്ളൂ. ഇങ്ങനെയൊക്കെ മനസ്സിന് തോന്നിയതിൻ്റെ പരിണിത ഫലമായി മനസ്സോടുകൂടി നമ്മളെ ബന്ധങ്ങളിലുള്ള കുട്ടികൾക്കോ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പം അവർക്ക് നമ്മളിൽ നിന്ന് എവിടെയൊക്കെ ഒരു നീരസം ഫീൽ ചെയ്യുമ്പം നമ്മളും മനസ്സോടെ ചെയ്യാൻ അവർക്ക് തിരിച്ചറിവുണ്ടാകുമ്പം അവർക്ക് തോന്നും നമുക്കൊരു ബാധ്യതയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയൊക്കെയോ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു. അവിടെയും വില്ലനായി മാറിയത് മനസ്സ് തന്നെയാണ്. അപ്പോൾ മനസ്സ് ബന്ധങ്ങളിലും ശരീരത്തിലും അറിവിൻ്റെ വിഷയത്തിലും തൊഴിലിൻ്റെ വിഷയത്തിലും ഇനി ആത്മീയപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പലർക്കും ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്, എനിക്ക് കൂടുതൽ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യണം, ദൈവത്തിലേക്ക് അടുക്കണം, തമ്പുരാനിലേക്ക് അടുക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ അപ്പോൾ ഈ മനസ്സിന് തോന്നാണെന്ത് കുറച്ചുകൂടി കഴിയട്ടെ ഇപ്പോൾ ഒന്നിനും പറ്റുന്നില്ല എന്ന തോന്നലിൽ മനസ്സ് മടി പിടിച്ചിരിക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഗിൽറ്റും റിസൻമെൻറ്റും റിഗ്രറ്റൊക്കെ കയറി പിന്നെ ആ ആത്മീയപരമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടങ്ങളിലേക്ക് സ്പേസിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഗിൽറ്റ് വന്നിട്ട് നമ്മളതൊന്ന് ആകെ തിരിഞ്ഞു പോയിട്ട് ഒരു ഇൻഫീരിയോറിറ്റിയുടെ അങ്ങേയറ്റത്തിലെത്തിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള കുറ്റബോധത്തിലെത്തിയിട്ട് നമ്മളെ പറ്റിക്കുന്ന മനസ്സ്. ഇങ്ങനെ ആത്മീയമാകട്ടെ ശാരീരികമാകട്ടെ ഏത് തലത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സ് വലിയൊരു വില്ലനായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ശരീരമുണ്ട്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മനസ്സൊന്ന് വെച്ചാൽ ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്കുള്ളിൽ നിന്ന് എവിടെയോ ഒരു സാധനം വരുന്നുണ്ടായിരിക്കും. ഞാനൊക്കെ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ, ഞാനൊക്കെ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഞാനൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പം എവിടോ ഊർജം പ്രസരിക്കുന്ന ഒരു ഉന്മേഷം ഉണരുന്ന ഒരു തലം നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ നമ്മൾ ഈ മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പറയാം. അപ്പോൾ ആ സമയത്ത് മാത്രം മനസ്സിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ഊർജ്ജമുണ്ട്. അത് കുറച്ച് സമയത്തേക്ക് ചില സൂചനകൾ തന്നിട്ട് വീണ്ടും പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഊർജ്ജ തലത്തെ വേണ്ട വിധത്തിൽ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ട് അതിന് നിശ്ചിത സമയത്തേക്ക് അവിടെ തന്നെ സ്ഥായിയായിട്ട് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ മനസ്സ് നമ്മുടെ ശരീരത്തെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ മനസ്സ് നമ്മളെ ശരീരത്തിനോട് എന്ത് പറയും? ആ ഊർജ്ജപ്രവാഹം ഉയർന്ന തലത്തിൽ തന്നെ നടക്കുകയാണെങ്കിൽ മനസ്സ് നമ്മുടെ ശരീരത്തിനോട് പറയും ഉറങ്ങണ്ട, എണീറ്റോ. അപ്പോൾ ചിലപ്പോൾ 4 മണിക്കോ 5 മണിക്കോ നമ്മൾ എണീക്കും. വീണ്ടും കുറച്ചുകൂടി സ്ക്രോൾ ചെയ്താലോ തോന്നുമ്പം ഇപ്പം എത്ര മതി, ഇന്നേക്കുള്ളതായിട്ടുണ്ട്, മാറ്റി വെച്ചോ എന്ന് അതേ മനസ്സ് നമ്മളോട് പറയും. എപ്പോഴാണ് സംഭവിക്കേണ്ടത്? നമ്മളെ എനർജിയിലൊരു മാറ്റം വരുമ്പം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾക്കുള്ള മരുന്ന്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിലെ ഊർജത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഉപയോഗമാണ്. ഉയർന്ന ഡൈമെൻഷനിൽ ഉയർന്ന വൈബ്രേഷനിൽ എപ്പോഴാണോ നമ്മളിലെ തന്നെ ഊർജത്തെ നമ്മുടെ മനസ്സിലൂടെ നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്, അപ്പം നമ്മുടെ ശരീരം നമ്മളെ മനസ്സിൻ്റെ അടിമയായിട്ട് മാറും. നമ്മളെ മനസ്സോ നമ്മളിലെ ഊർജ കേന്ദ്രത്തിൻ്റെ, നമ്മളിലെ ഊർജ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മളിലെ ആത്മാവ്, അതിൻ്റെ അടിമയായിട്ട് മാറും. ഇപ്പം സാധാരണ ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഊർജം മരുന്നാകുന്നതിന് പകരം ഊർജം വിഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഭക്ഷണം ശരിക്കും മരുന്നാണ്, പക്ഷെ ഇന്നത്തെ ഭക്ഷണം മിക്കതും എന്തായിട്ടാണ് മാറുന്നത്? അസുഖമായിട്ടാണ്, വിഷമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം അറിവ് എന്ന് പറഞ്ഞാൽ ശരിക്കും മരുന്നാണ് അല്ലേ? പരിഹാരം കിട്ടുന്നതൊക്കെ മരുന്നാണ്. അപ്പം അറിവ് മരുന്നാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒട്ടുമിക്ക അറിവുകൾ ശരിക്കും എന്തായിട്ടാണ് മാറുന്നത്? വിഷമായിട്ടാണ് മാറുന്നത്. കാരണം നല്ല അറിവുകളാണ് ഉള്ളത്, പക്ഷെ ഇത് തോണ്ടി ആകെ കൺഫ്യൂഷനായിട്ട് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ കയറി കൂടിയിട്ട് ആകെ തലവേദനയാണ് ഉണ്ടാവുന്നത്. അറിവ് കൂടിയാലും പ്രശ്നമാണ് എന്ന് പറയുമ്പം ആവശ്യത്തിൽ കൂടുതൽ അറിവ് നമ്മളിലേക്ക് വന്നാലും നമ്മൾ അറിയേണ്ടതല്ലാത്ത നല്ല അറിവ് തന്നെ നമ്മളിലേക്ക് വന്നാലും അതും നമുക്ക് വിഷം തന്നെയാണ്, രോഗം തന്നെയാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടതല്ലാത്ത നല്ല അറിവ് തന്നെ, പക്ഷെ നമ്മളത് അറിയേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അതും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അതിലും നമ്മൾ വെറുതെ സമയം ചിലവാക്കിയിട്ട് ആരൊക്കെയോ ക്ലിക്ക് ബൈറ്റിനും വേണ്ടിയിട്ട് ഹൂക്കിനും വേണ്ടി പല കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുമ്പം ഇത് കാണേണ്ടവർ കാണാൻ എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം ആൾക്കാർ കാണാൻ പറ്റും അവരൊക്കെ കാണട്ടെ എന്നുള്ള ഇൻറ്റൻഷനിൽ തൊടുത്ത് വിടുന്ന കുറേ അറിവുകളുണ്ട്.
എല്ലാവരും കാണേണ്ടതല്ല, കാണേണ്ട ആൾക്കാർ മാത്രം അത് കണ്ടാൽ മതി എന്ന ലെവലിലേക്ക് എത്തണം. പക്ഷേ വ്യൂസിൻ്റെ എണ്ണം കൂടുതൽ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കാണുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അറിവ് കൊണ്ടും വിഷമയമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിവ് വിഷമാകുന്നു, അതുപോലെ തന്നെ ഭക്ഷണം വിഷമാകുന്നു, ഇങ്ങനെ പലതും വിഷമായിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ശരിക്ക് നമ്മുടെ ആത്മാവെന്ന ഊർജ കേന്ദ്രത്തിൽ നിന്നും മനസ്സ് ഊർജമെടുത്ത് നമ്മുടെ ശരീരത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക്, ആത്മാവിൻ്റെ ഗൈഡൻസിലേക്ക്, ആത്മാവ് മരുന്നാണ് ശമനമാകുന്നത്, ശമനമാകുന്ന ഗൈഡൻസിലേക്ക് നമ്മുടെ മനസ്സ് അതിൻ്റെ അടിമയായി നിന്ന് നമ്മുടെ ശരീരത്തെ നയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പറയുന്ന മൈൻഡ് ബോഡി സോൾ അലൈൻമെൻറ്റ് വരുന്നത്. ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ശരീരം എന്തിൻ്റെയൊക്കെയോ അടിമയാണ്, എഡിക്റ്റഡാണ്, ഏതൊക്കെയോ കാര്യങ്ങളിൽ എഡിക്റ്റഡാണ്. ആ എഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ അടിമയായിട്ട് മനസ്സ് മാറുന്നു. അതാ പറയുക, സ്വയത്തോടുള്ള സ്വയത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ നെഫ്സിൻ്റെ പ്രേരണ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഈഗോയുടെ പ്രേരണ, ഈ രൂപേണ അതിലേക്ക് നമ്മുടെ മനസ്സ് അഡിക്റ്റഡ് ആയിട്ടിരിക്കുമ്പം മനസ്സിൻ്റെ അടിമയായിട്ട് എല്ലാത്തിൻ്റെയും ഉടമയായിരിക്കുന്ന ആത്മാവ് മാറാണ്. അപ്പോൾ ആത്മാവിന് എന്താ ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് പറയുന്ന കാര്യങ്ങളിലേക്ക് ശരീരം എന്തിനേക്കാണോ മനസ്സിനെ നയിക്കുന്നത് അതിലേക്ക് ഊർജ്ജം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സില്ല, മനസ്സോടെയാണ് നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യത്തിലേക്കും നമ്മുടെ ആത്മാവ് ഊർജ്ജം തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിലൂടെ ഒഴുകുന്ന ഊർജ്ജം മുഴുവനും എവിടെ നിന്നാണ്, ആരാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ജീവനുള്ള കാലത്തോളം മാത്രമേ ഊർജ്ജമുള്ളൂ. ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ഊർജ്ജമൊന്നുമില്ല. അപ്പം ജീവനിൽ നിന്നും കടം കൊണ്ടതാണ് ജീവൻ, അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്ന നമ്മുടെ ആ പ്രാണശക്തിയിൽ നിന്നും കടം കൊണ്ടതാണ് നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ ചലനവും നമ്മുടെ സ്ക്രോളിങ്ങും നമ്മുടെ ചിന്തകളും നമ്മുടെ അറിവുകളും അതിൻ്റെ മനനവും നമ്മുടെ രക്തചംക്രമണവും നമ്മുടെ നടത്തവും നമ്മുടെ ഇരുത്തവും നമ്മുടെ കിടത്തവും നമ്മുടെ വെറുതെ ഇരിക്കലൊക്കെ തന്നെ പ്രാണശക്തിയിൽ നിന്നും കടം കൊണ്ടത് കൊണ്ട് മനസ്സ് അത് ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്തിട്ട് ഒരു എഗ്രിമെൻറ്റിൽ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ഹാർട്ട് മാപ്പിൽ ചെയ്തതുപോലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ പ്രാണശക്തിയിൽ നിന്നും കടം കൊണ്ട ഊർജ്ജത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു? ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാനാണ്, അല്ലേ? ചിന്തിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല. പ്രവർത്തനത്തിനേക്കാളും കൂടുതൽ ഇന്ന് എന്താ ഉള്ളത്? ചിന്തയാണ്. ഇന്ന് ആൾക്കാരുടെ ചിന്തകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടൊരു ഡിസ്കഷനിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയാണ്, ഇന്ന് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തും ചിലവാക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ചർച്ചയായിരുന്നു, എന്തും കൊടുക്കാൻ തയ്യാറായി. കാരണം ആളുകൾക്ക് സമാധാനമാണ് വേണ്ടത്, ആളുകൾക്ക് സന്തോഷമാണ് വേണ്ടത്. അതുകൊണ്ടാണല്ലോ നിങ്ങളും എന്തിനും റെഡി ആയിട്ട് ഇവിടെ രാവിലെ വന്നിരിക്കണത്, റൈറ്റ്? നിങ്ങൾ എന്തും കൊടുക്കാൻ റെഡിയാണ്. കാരണം നമുക്ക് വേണ്ടി എന്താണ്? സമാധാനമാണ്. എന്നാൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ അധികാരം കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കേണ്ടത് മനസ്സിലല്ല, മനസ്സിനെ നിയന്ത്രിക്കേണ്ട ആത്മാവിലാണ്. അപ്പോൾ ആത്മശാന്തിയാണ് മനുഷ്യന് വേണ്ടത്, മനഃശാന്തിയല്ല. മനസ്സിലായില്ലേ? മനഃശാന്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ തേടി നടക്കുന്ന പല കാര്യങ്ങളും അവസാനം അഡിക്ഷൻ ആയിട്ട് മാറുന്നു. എക്സാമ്പിൾ, കുറച്ച് നേരം ഫുട്ബോൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഇന്ന വീഡിയോ കണ്ടിരിക്കാം. എൻ്റർടൈൻമെൻ്റ് ആണ് മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടി മിക്കവാറും നമ്മൾ കണ്ടെടുത്തൽ. അല്ലെങ്കിൽ കുറച്ച് പുതിയ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാം, പുതിയ സ്ഥലങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇതിലൊക്കെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിന് ശാന്തി കിട്ടുന്ന, മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളാകുമ്പോൾ ഈ മനഃശാന്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ചറിഞ്ഞാൽ ബോറടിക്കും. കാരണം മനസ്സിന് വേറൊരു ക്വാളിറ്റി കൂടി ഉണ്ട്, ബോറടിക്കുക എന്നുള്ള ക്വാളിറ്റി കൂടി ഉണ്ട്, അല്ലേ? ആവർത്തന വിരസത എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിന് ശാന്തി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനഃശാന്തിക്ക് വേണ്ടി ഒരാഴ്ച നിസ്കരിക്കും, പിന്നെ അതും ബോറടിക്കാൻ തുടങ്ങും. അപ്പം ആത്യന്തികമായിട്ടുള്ള മരുന്ന്, ആത്യന്തികമായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷന് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം അവർ സോൾ എന്നുള്ളതാണ്. അതിനെ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും ഡിറക്റ്റ് ചെയ്യാനും നമുക്ക് മനസ്സിനെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും അതിലേക്ക് അടങ്ങും, അതിലേക്ക് ഒതുങ്ങുമെന്നുള്ളതാണ്. ആ ഒതുക്കിയെടുക്കലും അടക്കിയെടുക്കലും പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ പരിപൂർണമായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലെയും പ്രാണശക്തിയിലേക്ക് സമർപ്പിക്കുമ്പോൾ മനസ്സിലേക്കും ശരീരത്തിലേക്കും നമ്മുടെ കോശത്തിലേക്കും നമ്മുടെ ഊർജ്ജ വലയത്തിലേക്കും നമ്മുടെ സറൗണ്ടിങ്സിലേക്കും ആ പ്രാണശക്തി യഥാവിധം ഒഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം അറിവിൻ്റെ തലത്തിലുള്ള ഹീലിംഗ്, അതേസമയം റിലേഷൻഷിപ്പിലുള്ള ഹീലിംഗ്, അതേസമയം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലുള്ള ഹീലിംഗ്, അങ്ങനെ ഒഴുകിയിട്ട് എല്ലാ തലത്തിലുള്ള ഹീലിങ്ങും ഹോളിസ്റ്റിക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാം ഒരുമിച്ച് കലക്റ്റീവായിട്ട് അവിടെ ഹീലിംഗ് സംഭവിക്കുന്നത്
നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയും അൾട്ടിമേറ്റ് മെഡിസിൻ എന്താ ചോദിച്ചാൽ ഈ ടോപ്പ് എൻഡ് മെഡിസിൻ, ക്വാളിറ്റി മെഡിസിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന്, അതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല, അല്ലേ? നിങ്ങൾ ചില ആൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ പറ്റി കേട്ടിട്ടില്ലേ? അതിന് കുറച്ച് സമയം എടുക്കും മുറിവ് ഉണങ്ങാൻ, അസുഖം മാറാൻ, പക്ഷെ എന്തില്ല, സൈഡ് എഫക്ട്സ് ഇല്ല. അങ്ങനത്തെ ഒരു മീഡിയം പറയോ ഡോക്ടറെ? നിങ്ങളാ ഡോക്ടറല്ലേ? അതിനിടയിൽ ബ്രാൻഡിങ്ങുമായി സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്ന് പറയുന്നത് ഹോമിയോപ്പതി. ഈ അടുക്ക് അനുഷ്കൊക്കെ പെട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഹോമിയോ നല്ലതാണ്. അതെന്തും ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജീസ് ആയിരിക്കും. മെഡിസിനും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ പാർട്ടി പറഞ്ഞ പോലെയാണ്. നമ്മൾ ഹോമിയോപ്പതിൻ്റെ ആൾക്കാരാണ്, നിങ്ങൾ അലോപ്പതിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതെന്തും ആയിക്കോട്ടെ. ദ തിങ് ഈസ്, നമുക്കറിയാം ആൾട്ടർനേറ്റീവ് ഹീലിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിൽ അൾട്ടിമേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതിൽ സൈഡ് ഇഫക്ട്സ് ഇല്ല എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പം മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം, ഇപ്പോൾ ഡ്രഗ് സമാധാനത്തിന് വേണ്ടിയിട്ട് മനഃശാന്തിക്ക് വേണ്ടി എടുക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്, ആശ്വാസമുണ്ട്, പക്ഷേ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇപ്പുറത്ത് വേറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവന് സമാധാനം കിട്ടുന്നു, വീട്ടിലുള്ള എല്ലാവരുടെ സമാധാനം പോകുന്നു, സൈഡ് ഇഫക്റ്റ്. അപ്പോൾ ഇതുപോലെയാണ് ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും മനഃശാന്തിക്ക് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് നേരം ആശ്വാസം കിട്ടുന്നു, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വേറെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോഴാണ് ദ ക്വസ്റ്റ്യൻ, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്ന് എന്തുണ്ട്? അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്ന് ഉണ്ടാകണമെങ്കിൽ, സംഭവിക്കണമെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞു നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിൽ എല്ലാവർക്കുള്ളിൽ ഒരു മരുന്നുണ്ട്. ഓക്കെ, ഈ പ്രകൃതി മുഴുവനും മരുന്നില്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെ തരം തെറാപ്പികളാണ് അല്ലേ? ഞാനിതിന് മുന്നേ പറയുന്നത് മഡ് തെറാപ്പി. ഒരു ഭാഗത്ത് നമ്മൾ ചളി എന്ന് പറഞ്ഞാൽ തുടരുത് ചൊറി എന്നാ പറയാം, അല്ലേ? എന്നിട്ട് പൈസ ചിലവാക്കിയിട്ട് വലിയ വലിയ റിസോർട്ട് പോയിട്ട് ഞാൻ വെൽനെസ് റിട്രീറ്റിന് പോയത്. എന്താ അവിടെ ചെയ്യണത്? അവിടെ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ 12,000 രൂപ പ്ലസ് ടാക്സ്. എത്ര ദിവസം? 3 ദിവസം. എന്താ പ്രത്യേകത? ആദ്യത്തെ ദിവസം 11 മണി മുതൽ 11:30 വരെ ചളിയിൽ നിങ്ങൾ കളിക്കുന്നു, വെയിലും കൊണ്ട് ചളിയിൽ കളിക്കുന്നു. അപ്പോൾ നിയത്ത് മാറി, ഇൻറ്റൻഷൻ മാറി. ഇതെന്താണ്? ഇത് തെറാപ്പിയാണ്, അല്ലേ? എന്നാൽ നമ്മളെ കുട്ടികൾ ചളിയിലേക്ക് ഇറങ്ങണം നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇൻറ്റൻഷൻ എന്താ? അരുത് മോനെ, അതിലേക്ക് ഇറങ്ങാൻ പാടില്ല, അത് ചൊറിയാണ്, അല്ലേ? അപ്പോൾ ചൊറിയാകുന്ന ചൊറിയെല്ലാം വന്ന് കഴിഞ്ഞിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു തലത്തിൽ പോകുമ്പോൾ നമ്മൾ മഡ് തെറാപ്പി ചെയ്യാൻ നോക്കിയാണ്, സ്റ്റീം ബാത്ത് ചെയ്യാൻ നോക്കിയാണ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ. ദാറ്റ് മീൻസ് ഈ പ്രകൃതിയിൽ എല്ലാത്തിലും മരുന്നുണ്ട്. പക്ഷെ മരുന്ന് ഉണരണമെങ്കിൽ അതിലെ മരുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി, മരുന്നിനെ സ്വീകരിക്കാനുള്ള ഇൻറ്റൻഷനോട് കൂടി അതിലേക്ക് നോക്കുമ്പോഴേ നമുക്കതിന് എന്ത് കിട്ടുള്ളൂ? മരുന്ന് കിട്ടുള്ളൂ. ഓക്കെ, മോസസ് എന്ന പ്രവാചകർ, മൂസാ നബി, അല്ലേ? ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരു വയറുവേദന വന്നു. വയറുവേദന വന്ന സമയത്ത് പടച്ചവനോട് പ്രാർത്ഥിച്ചു, എന്താ ചെയ്യുക, എനിക്ക് വല്ലാത്ത വയറുവേദനയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു ചെടി ഉണ്ട്, ആ ചെടി പോയിട്ട് അതിൻ്റെ ഇല കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് പോയിട്ട് ആ ചെടിയുടെ ഇല എടുത്ത് കഴിച്ചു. എന്ത് സംഭവിച്ചു? വയറുവേദന മാറി. ഓക്കെ, ഇനി കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ വയറുവേദന വീണ്ടും വന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ മൂസ എന്ന പ്രവാചകർ എന്ത് ചെയ്തു? വീണ്ടും പോയിട്ട് അതേ ചെടിയുടെ ഇല എടുത്ത് കഴിച്ച്. വയറുവേദന മാറിയില്ല. അതെന്താ അങ്ങനെ? അന്ന് കഴിച്ചപ്പോൾ വയറുവേദന മാറി, ഇന്ന് കഴിച്ചപ്പോൾ വയറുവേദന മാറിയില്ല. അപ്പോൾ പഠിച്ചവനോട് ചോദിച്ചാൽ ഇതെന്തെന്ന് ഐറ്റം മാറ്റിയോ, സ്ഥലം മാറ്റിയോ? അന്ന് റിസൾട്ട് ഉണ്ടെങ്കിൽ ഇന്ന് റിസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ പഠിച്ചവൻ പറഞ്ഞു, ഈ ചെടി കഴിച്ചോ എന്നുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു അതിൽ മരുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടി നീ കഴിച്ചപ്പോൾ അത് നിനക്ക് മരുന്നായി മാറി. രണ്ടാമത്തെ തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, നീ എനിക്ക് തോന്നിയ പോലെ പോയിട്ട് കഴിച്ചതാണ്. അതിലൂടെ എന്ത് പാഠം പഠിപ്പിക്കണത്? എന്തിനും മരുന്നാകാം, എന്തിനും മരുന്നാകാം. പക്ഷെ എന്താകണം? മരുന്നായവൻ്റെ ബോധത്തിൽ അതിനെ സമീപിക്കണം. അപ്പോൾ വെള്ളത്തിന് എന്താകാം? മരുന്നാകാം, അല്ലേ? കാറ്റിന് എന്താകാം? മരുന്നാകാം. വെളിച്ചത്തിന് മരുന്നാകാം. എല്ലാത്തിനും ശമനമാകാം എന്നുള്ളതാണ്. പക്ഷെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമനമായവൻ്റെ ബോധത്തിലും ബോധ്യത്തിലാകണം നമ്മൾ അതിലേക്ക് സമീപിക്കേണ്ടെന്നുള്ള. അവിടെയാണ് ഡോക്ടറിന് എന്ത് മരുന്നും തരാം, പക്ഷെ ദൈവം തന്നെ വിചാരിക്കണം മാറാൻ. അപ്പോൾ ഡോക്ടറിൻ്റെ മരുന്ന് സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിൽ ദൈവം എന്ന മരുന്നിനെ എന്ത് ചെയ്തിരിക്കണം? സ്വീകരിച്ചിരിക്കണം. ആ ദൈവം എന്ന മരുന്നിനെ സ്വീകരിക്കലാണ് വിശ്വാസം, ഫെയ്ത്ത്, പ്രാർത്ഥന. അപ്പോൾ ഡോക്ടേഴ്സ് എന്ത് പറയും? നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, നമുക്ക് നോക്കാം. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് ആ മരുന്നായവൻ്റെ എന്തോ ഒരു സംഭവം ഉണരുമ്പോഴാണ് നമുക്കുള്ളിൽ, നിങ്ങൾ വെള്ളം കുടിച്ചാലും ഇനി ഡോളോ കഴിച്ചാലും കഷായം കുടിച്ചാലും എന്ത്, നിങ്ങളുടെ മെഡിസിൻ്റെ പേരെന്താ? ഹോമിയോപ്പതിയിൽ അങ്ങനെയൊന്നും പറയരുത്, എളുപ്പത്തിൽ വല്ല പേരുണ്ടോ?
മെഡിസിൻസ് ഓക്കെ, ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കഴിച്ചാലും നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ കഴിക്കുന്നത് മരുന്നാകണോ എന്ന് തീരുമാനിക്കുന്ന ഒരു വിശ്വാസം, ഒരു ബോധ്യം നിങ്ങളുടെ പ്രാണനിൽ നിന്നും ചേരേണ്ട എന്തോ ഒരു സാധനമുണ്ട്. അയാൾ കൂടി അതിലേക്ക് ചേർത്താൽ മാത്രമേ ഇതിന് മരുന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, മനസ്സ് മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരീരം മരുന്നിനോട് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കണോ വേണ്ടെന്ന് തീരുമാനം എടുക്കണ ആരോ ഒരാളപ്പോൾ ശരീരത്തിലുണ്ട്. ആർക്കൊരാൾക്ക് തോന്നണം. നമ്മളതിനെന്താ പറയും, പഠിച്ചവന് ഉദ്ദേശിക്കണം എന്ന്. പഠിച്ചവൻ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലേ, കുൻ ഫയക്കൂൻ, ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന് പറയുന്ന തലത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു പെർമിഷൻ കിട്ടാനുണ്ട്. ആ പെർമിഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് മരുന്നെടുക്കുമ്പോഴും എന്ത് അറിവെടുക്കുമ്പോഴും അത് പരിഹാര രൂപേണയാകാൻ നമ്മുടെ പ്രാണനിൽ നിന്നും ജീവശക്തിയിൽ നിന്നും ഒരു സാധനം ഒഴുകുന്നത്. കാരണം നമ്മളുടെ ശരീരത്തിലെയോ ജീവിതത്തിലെയോ, ജീവിതവും ശരീരമൊക്കെ ഒരുപോലെ തന്നെ, ശരീരത്തിന് കുറേ അവയവങ്ങൾ ഉള്ളതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പല അവയവങ്ങളാണ് ജീവിതത്തിലെ ഓരോരോ ഇടപാടുകൾ. എൻ്റെ കുടുംബം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവയവമാണ്. എൻ്റെ തൊഴിൽ എൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു അവയവമാണ്. കാരണം എനിക്ക് ഞാൻ ജീവിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെ ജീവിച്ച് തീർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളാണ്, അവയവങ്ങളാണ് നമ്മുടെ ഓരോരോ റെലംസ് അല്ലേ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ തൊഴിൽ, നമ്മുടെ കുടുംബം, നമ്മുടെ നെറ്റ്വർക്ക്, നമുക്ക് ഉള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പം നമ്മളുടെ ഈ ജീവിതത്തിലെ ഏത് അവയവത്തിന് രോഗം ബാധിച്ചാലും ജീവൻ അത് ഫിക്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രശ്നം ജീവിതത്തിലാണോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലാണോ, അതുകൊണ്ടല്ല നമ്മൾ ചോദിക്കുന്നത് വല്ലാത്തൊരു ജീവിതമായിപ്പോയി. പ്രശ്നം ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു കാർ ഓടിക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ എവിടെക്കോ എഞ്ചിൻ്റെ എവിടെക്കോ പ്രശ്നം കിടക്കുക, അപ്പോൾ ഫുള്ളൊരു മുരളന സൗണ്ടാണ്, വല്ലാത്തൊരു കാർ തന്നെ എന്നാൽ നമ്മൾ പറയാം. ദാറ്റ് മീൻസ് കാറിന് ഫുള്ള് പ്രശ്നമില്ല, കാറിൻ്റെ ഏതോ ഒരു അവയവത്തിന് പ്രശ്നം വന്നപ്പോഴേക്കന്നെ വല്ലാത്തൊരു കാർ, എന്ത് കാറാണത് എന്ന കോലത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ വല്ലാത്തൊരു ജീവിതം, എന്ത് ജീവിതമാണിത് എന്ന് നമ്മൾ ചോദിക്കുമ്പം ജീവിതത്തിലെ ഏത് കാര്യം ഇനി ഫിക്സ് ചെയ്യണമെങ്കിലും ആര് വിചാരിക്കണം, ജീവൻ വിചാരിക്കണം. നമ്മളെല്ലാവരും എങ്ങോട്ടോ നോക്കുക, ജീവിതത്തിലേക്ക് നോക്കുക. ജീവിതം എങ്ങനെ മാറ്റാം, ജീവിതം എങ്ങനെ പടുത്തുയർത്താം. ഓക്കെ, ജീവിതം ഉണ്ടായത് എന്തുണ്ടായത് കൊണ്ടാണ്? ജീവൻ ഉണ്ടായത് കൊണ്ടാണ്. ജീവിതം നിലനിൽക്കുന്നതാണോ? അല്ല. ജീവിതം തീരൂലേ? ജീവിതം ഇല്ലാത്തതായിരുന്നില്ലേ? നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ജീവിതം ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ ജനിച്ചപ്പോഴാണ് ആര് ജനിക്കുന്നത്? ജീവിതം ജനിക്കണത് എന്നുള്ളതാണ്. നമ്മൾ മരിക്കുന്നതോടുകൂടി ജീവിതം തീർന്നു. അപ്പം തീർന്നു പോകുന്ന, ഇല്ലാണ്ടിരുന്ന ഏതോ ഒരു പോയിന്റിൽ ഉണ്ടായി കുറച്ച് കഴിയുമ്പം ഇല്ലാണ്ടാകുന്ന എന്തോ ഒന്ന്, അതല്ല ജീവിതം. ഇല്ലാതിരുന്ന ഏതോ ഒരു പോയിന്റിൽ ഉണ്ടായ, ഏതോ ഒരു പോയിന്റിൽ ഇല്ലാണ്ടാകാൻ പോകുന്ന ഏതോ ഒരു സാധനം, അതല്ല ജീവിതം. എന്നാൽ ജീവനെ പറ്റി പറയും, ജീവൻ ഏതോ ഒരു പോയിന്റിൽ ഉണ്ടായതാണോ? ജീവിതം ഉണ്ടാകുന്നതിന് മുന്നേ എന്തുണ്ട്? ജീവനുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതം ഇന്നത്തെ, നിങ്ങൾ പറയാം നമ്മളെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ജീവന് നിങ്ങളോട് എന്താ പറയാനുള്ള അറിയോ? ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് ഭായി. കാരണം നിങ്ങളെ ജീവിതത്തിനേക്കാളും പ്രായമുണ്ട് എന്തിന്? നിങ്ങളുടെ ജീവന്. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിനേക്കാളും പ്രായം നിങ്ങളുടെ ജീനുണ്ടോ? ജീൻ ഡോക്ടറെ ജീൻ ഇവർക്കൊക്കെ മനസ്സിലാവില്ല ഞാൻ പറയാൻ. ഓഫ് കോഴ്സ് യാ. അപ്പോൾ ജീൻ അല്ലേ, നമ്മുടെ ജീവനേക്കാളും പ്രായമുണ്ട് നമ്മുടെ ജീനിന്. കാരണം നമ്മുടെ ജീന് പോയിട്ട് നമ്മൾ കീറി മുറിച്ച് നോക്കിയാൽ നമ്മളെ അപ്പനെ അപ്പൂപ്പന്മാരായിട്ട് ആദം നബി വരെ, ആദ്യ മനുഷ്യൻ വരെയുള്ള, ആദ്യ പിതാവ് വരെയുള്ള ഫുൾ ഡാറ്റ അതിലുണ്ട്. നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മുടെ ജീവിതം പുതിയതാണെങ്കിലും, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പുതിയതാണെങ്കിലും, ജീവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ജീവിതത്തിന് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ, അത് ഫിക്സ് ചെയ്യാൻ ജീവൻ വിചാരിച്ചാൽ സാധിക്കും. ക്ലിയർ ആയോ? യാ, ഓക്കെ. അപ്പോൾ ജീവൻ വിചാരിച്ചാൽ സാധിക്കുന്നുള്ളൂ ജീവിതത്തിലെ വിഷയങ്ങൾ ഫിക്സ് ചെയ്യാൻ. പക്ഷെ എന്താണ്, ജീവൻ വിചാരിക്കണമെങ്കിൽ ജീവന് എവിടുന്നോ, പ്രാണന് ജീവന് എവിടുന്നോ ഒരു പെർമിഷൻ കിട്ടണം. ഓക്കെ, ജീവൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാ? പ്രാണൻ, ജീവൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരാ? എന്തെങ്കിലും മെറ്റീരിയൽ ആണോ? ഒരു എനർജി അല്ലേ? അപ്പം എനർജിയാണ് മരുന്ന് എന്ന് പറയുമ്പം നമ്മളെ ജീവനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ശരീരത്തിനുമുള്ള അൾട്ടിമേറ്റ് മരുന്ന് എന്താ ചോദിച്ചാൽ നമ്മളിലെ ജീവനാണ്, നമ്മളിലെ എനർജിയാണ്. അതാ പറയാ, ഈ എനർജി സയൻസിൽ പറയും
പ്രാണശക്തിയുടെ ഒഴുക്കിന് വിള്ളലേൽക്കുമ്പോൾ, ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ അല്ലേ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, ആർട്ടറീസ്, വെയിൻസ്, ഇതിലൂടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബ്ലഡിൻ്റെ ഒഴുക്കിന് എവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോഴല്ലേ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുന്നത്, ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളവിടെ ആ ബ്ലോക്ക് ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് പരിപാടികൾ നടത്തിയിട്ട് ആ ചാനൽ അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ സുഗമമായിട്ട് ബ്ലഡ് ഒഴിക്കും. അപ്പോൾ നമുക്ക് ഈസിനെസ് ഉണ്ടായിരിക്കും. ഇനി സുഗമമായിട്ട് ബ്ലഡ് ഒഴുകിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് സ്ട്രോക്ക് വരെ ആകാം അല്ലേ, കാരണം ബ്ലഡ് ഫ്ലോൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ഓക്സിജൻ ഫ്ലോ വരണം, ഓക്സിജൻ എത്തേണ്ട രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് സ്ട്രോക്ക് വരാൻ കാരണം ആ ഭാഗം മരവിച്ച പോലെ ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഹാർട്ടിൻ്റെ ബ്ലഡിൻ്റെ നിയമമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും ഊർജത്തിൻ്റെ ചില ചാനലുകളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളെ പറ്റിയാലേക്കും എനിക്ക് അതിനെ പറ്റിയിട്ട് അതിലേക്ക് ഞാൻ എനിക്ക് മടിയാവണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിങ്ങളുടെ ഊർജം എത്തുന്നില്ല. പഠനകാര്യം എനിക്ക് മടിയാണ്, അതിൽ പോയി ഇരിക്കാനേ തോന്നുന്നില്ല. അപ്പോൾ അങ്ങോട്ടുള്ള ചാനലിൽ ഊർജ്ജം അങ്ങോട്ട് ഒഴുകുന്നതിൽ, പ്രാണൻ അങ്ങോട്ട് ഒഴുകുന്നതിൽ എന്ത് വന്നിട്ടുണ്ട്, ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലത്ത് ബ്ലോക്ക് വന്നാൽ, പഠനത്തിൻ്റെ വിഷയത്തിൽ ബ്ലോക്ക് വന്നാൽ പഠനകാര്യത്തിൽ മാത്രമല്ല അത് ബാധിക്കണേ, ഇപ്പോൾ പഠനത്തിലായിരിക്കും. പക്ഷേ ആ ബ്ലോക്ക് കുറേ കാലം നിന്നിട്ട് അത് മരവിച്ച പോലെ ആകുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വേറെ ഇടങ്ങളിലും കണ്ടു തുടങ്ങും. നിങ്ങളുടെ പഠനത്തിലെ ബ്ലോക്ക് പഠനത്തിൽ മാത്രമേ നിൽക്കുന്നത്, പഠനത്തിൽ ബ്ലോക്ക് വരുമ്പോഴേക്ക് ടീച്ചേഴ്സിന് ബ്ലോക്ക് വരുന്നു, ടീച്ചേഴ്സ് നമ്മളെ ശകാരിച്ചുകൊണ്ടിരിക്കുന്നു ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, നമ്മൾ വീട്ടിൽ പോയിട്ട് ദേഷ്യം പിടിക്കുന്നു, വീട്ടിൽ നിന്നും വേറെ തിരിച്ച് കിട്ടുന്നു. എവിടേക്കാണ് ഇതിൻ്റെ റിപ്പിൾസ് വന്നുകൊണ്ടിരിക്കണേ? അപ്പോൾ എല്ലാം ഇൻറ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ സുഗമമായിട്ടുള്ള ഊർജത്തിൻ്റെ ഒഴുക്ക് നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ധ്യാനം, ജപം, അതുപോലെ തന്നെ യോഗ. ഇപ്പോൾ ജപം എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രിക്കലാണ് അല്ലേ, ദിക്റാണ്. അത് നാവ് കൊണ്ട് ഉരുവിടാനുള്ളതാണ്. ജപിക്കുക എന്ന് പറഞ്ഞാൽ കൗലായിട്ടുള്ള കാര്യം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ കർമ്മശാസ്ത്രം പഠിക്കുന്നത്, യോഗ പോലെ അല്ലേ, നിസ്കാരം പോലെ കർമ്മപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ധ്യാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് മനസ്സിലേക്ക് ഊർജത്തിൻ്റെ തലത്തിലേക്ക് കണക്ട് ചെയ്യണം. ഇത് മൂന്നും അലൈൻഡ് ആയിട്ടിരിക്കുമ്പോഴാണ് മൈൻഡ്, ബോഡി, സോൾ, ഈ 3 റെലമിലും നമ്മുടെ ഊർജത്തിൻ്റെ ഒഴുക്ക് കറക്റ്റ് ആവുന്നത്. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ പറയുകയാണ് നിങ്ങളുടെ എനർജി ഫ്ലോ കറക്റ്റ് ആവും. നിങ്ങൾ യോഗ ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ബോഡിയും മൈൻഡും സോളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ എനർജി ഫ്ലോ കൂടി അത് കറക്റ്റ് ചെയ്യും. ബ്ലഡ് ഫ്ലോയും കറക്റ്റ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം എന്തുകൂടി കറക്റ്റ് ചെയ്യും, എനർജി ഫ്ലോ കൂടി കറക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ശരിക്കുള്ള പ്രെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപവും അല്ലേ, മന്ത്രവും ധ്യാനവും യോഗയും അല്ലെങ്കിൽ കർമ്മവും, ഇത് 3ഉം ചേർന്നതെന്തോ അതിനാണ് ശരിക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സുജൂദൊക്കെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ബോഡി സ്ട്രെച്ച് ചെയ്യുക മാത്രമല്ല ചെയ്യണത്, നിങ്ങളുടെ ഹാർട്ടിൽ നിന്നും ബ്രെയിനിലേക്ക് ഡയറക്റ്റ് പമ്പ് ചെയ്യുന്നു അല്ലേ, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമല്ല സംഭവിക്കുന്നത്, ആ പോയിന്റിൽ നിങ്ങളുടെ ഊർജത്തിൻ്റെ ഒഴുക്ക് കൂടി എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എവിടെയെങ്കിലും ഊർജ്ജം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒഴുകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഊർജ്ജത്തെ പ്രസരിപ്പിക്കാൻ, പ്രാണനെ ഒഴുക്കി വിടാൻ അത് നിങ്ങളെ സഹായിക്കുന്നു. ഇതിനെല്ലാത്തിനെയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ പ്രാണശക്തിയുടെ ഒഴുക്കിനെ പൂർണ്ണതലത്തിൽ എല്ലാ തലത്തിലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ആകുന്നു ശ്വാസം. അപ്പോൾ മെഡിറ്റേഷനിൽ നമ്മൾ ബ്രീത്ത് ഫോക്കസ് ചെയ്യുക അല്ലേ, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ബ്രീത്തിനെ മോണിറ്റർ ചെയ്യുമ്പോൾ, ഒരാൾക്ക് ഒരാളുടെ ബ്രീത്തിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ മൈൻഡിനെയും ബോഡിയെയും സോളിനെയും എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരാധനകളിൽ പ്രവർത്തിച്ച് ആവർത്തിച്ച് പ്രാണൻ്റെ ഒഴുക്ക് ശരിയായ രീതിയിലേക്ക് അതിനെ സാധ്യമാക്കിയെടുക്കാൻ പാകപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓരോ ശ്വാസത്തിലും ദൈവിക ബോധം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദൈവത്തെ നമ്മൾ ഓരോ ശ്വാസത്തിലും കൊണ്ട് നടക്കണം എന്ന് പറയാറില്ലേ, ദിക്റ് ഓരോ ശ്വാസത്തിലായിരിക്കണം. കാരണം ഈ അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ശ്വാസവും ഓരോ നാമജപത്തിന് തുല്യമാകുന്നു. അപ്പോൾ അസുഖമുള്ള ആൾക്കാരെ നമ്മൾ പഠിച്ചാൽ ഡോക്ടേഴ്സ് വേഗം പൾസല്ല നോക്കാം, പഠിക്കാനും പിടിക്കാനും. അസുഖം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം പൾസ് നോക്കും. പൾസ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റും പൾസും മാറുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ശ്വസന പ്രക്രിയയിലും മാറ്റം ഉണ്ടാവും. ഒരു രോഗിയായിട്ടുള്ള ഒരാളുടെ ശ്വാസത്തിൻ്റെ പാറ്റേണും അല്ലേ, ഒരു വിജയി ആയിട്ടുള്ള ഒരാളുടെ ശ്വാസത്തിൻ്റെ പാറ്റേണും നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ശ്വാസം നിയന്ത്രിക്കാത്ത പറഞ്ഞാൽ പ്രാണനിലേക്കുള്ള ബ്രിഡ്ജാകുന്നു അല്ലേ, പ്രാണനിലേക്കുള്ള ബ്രിഡ്ജാണ് നമ്മുടെ ശ്വാസം. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശ്വാസത്തിൽ പോലും മാറ്റം സംഭവിക്കുന്നുണ്ട് ഓരോ നിമിഷത്തിലും, ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും. അപ്പോൾ ഏതെങ്കിലും ബേസിസിൽ നമുക്കിപ്പം പഠനത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യം,
അവിടെ നമുക്ക് ജീവിതത്തിൽ ബ്ലോക്ക് കിടക്കുന്നുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തെ, കടത്തിൻ്റെ കാര്യത്തെ, സാമ്പത്തികമായ പ്രശ്നങ്ങളെ പറ്റിയുള്ള ഓർമ്മകളോ അനുഭവങ്ങളോ വരുമ്പോഴേക്ക് തന്നെ ശ്വാസം എടുക്കാൻ വല്ലാത്തൊരു പ്രയാസം വരും. നോക്കിക്കോണ്ടി, നിങ്ങൾ വെറുതെ ഇപ്പം ചെക്ക് ചെയ്യരുത്, ഇപ്പം ചെക്ക് ചെയ്ത് എനിക്ക് പണി ഉണ്ടാക്കരുത്. അപ്പോൾ ചിലരുടെ ശ്വാസം പോവും, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി, ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓരോ ആസ്പെക്ട്സ് എടുക്കാം. ആ ആസ്പെക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും നന്നായി പോകുന്ന ഒരു കാര്യം, ആ കാര്യത്തെ പറ്റി ഇപ്പോൾ സ്മരിക്കുമ്പോൾ നമുക്ക് താനേ ഗ്രാറ്റിറ്റ്യൂഡ് വരും, സന്തോഷം വരും, ആനന്ദം വരും, ജോയ് വരും. അപ്പോൾ നമ്മുടെ ബ്രീത്തും എന്തായിരിക്കും, വളരെ കാം ആൻഡ് കൂളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇമോഷൻസും വളരെ നല്ല രസകരമായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ ആലോചിക്കുമ്പോഴേക്ക്. അത് പറയല്ലേ, അത് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്തോന്ന്, ഇവിടെ എന്തോന്ന്, ഇവിടെ എന്തോന്ന്, എവിടെ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ആ പ്രോസസ്സ് നിങ്ങളുടെ ശരീരം മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് റെഫറൻസ് തരുന്നുണ്ട്, ഈ കാര്യങ്ങളിൽ നിൻ്റെ പ്രാണൻ്റെ ഒഴുക്ക് കറക്റ്റല്ല. ഈ പ്രാണൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിനെ മനസ്സിലാക്കാൻ നമ്മൾ വെളിച്ചം എന്നും കൂടി പറയാം. പ്രാണശക്തി എത്താത്തിടത്ത്, കാരണം പ്രാണശക്തി എന്ന് പറഞ്ഞാൽ പ്രാണനിൽ ഒരു ശക്തിയുണ്ട്. പ്രാണനിലുള്ള ശക്തി ആരുടെ ശക്തിയാ? പ്രാണനാഥൻ്റെ ശക്തി. അപ്പം ഏതൊരുവനും പ്രാണനാഥനാകുന്ന തമ്പുരാനെ അനുഭവിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ അവനെ വെളിച്ചമായിട്ടാണ് അനുഭവിക്കാൻ പറ്റുക. അത് എങ്ങനത്തെ വെളിച്ചമായിട്ട്? ഞാനെപ്പോഴും പറയാണ്ട് ഈ കാണുന്ന ഇതിലെ ലൈറ്റ് പോലത്തെ ലൈറ്റല്ല. വെളിച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങളൊരു മരുന്നും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അത് കംപ്ലീറ്റ്ലി മാറിക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം കിട്ടിയില്ലേ, എന്തോ ഒരു എളുപ്പം കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്താ പറയും, ഇത്രയും കാലം ഞാൻ എന്തെല്ലോ കുടുങ്ങിയ മാതിരിയായിരുന്നു, ഇപ്പം എനിക്കൊരു എളുപ്പം, ഒരു ഈസിനെസ് വരുന്നു. അത് വെളിച്ചമാണ്. ആ അനുഭവം ഉണ്ടല്ലോ, അത് വെളിച്ചത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് ഈസിനെസ് കിട്ടുന്ന, ഒരു ഫ്ലോ കിട്ടുന്ന അനുഭവം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ബൾബ് അടിച്ചിങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല, അത് വെളിച്ചമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതിന് മാത്രം നമ്മൾ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിച്ചത്തിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ളതാണ്, ഒരുപാട് റെലംസ് ഉണ്ട് എന്നുള്ള. അപ്പോൾ ഡിവൈൻ റെലമിൽ വരുന്ന സമയത്ത് വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന ഈ സാധനം എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ശരീരത്തെ എടുത്ത് നോക്കുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ആസ്പെക്റ്റിൽ എടുത്ത് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് നോട്ട് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ നോട്ട് ഓക്കെ എന്നതിന് തക്കതായിട്ടുള്ള റീസണും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ അനുഭവത്തിലും നിങ്ങളുടെ ഫീലിങ്സിലും ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഓക്കെ ആയിട്ടുള്ള റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പം ഒരാൾക്ക് കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ്, ഈ പ്രശ്നത്തെ പറ്റിയിട്ട് ഒരാളോട് ആലോചിക്കാൻ പറയുമ്പോൾ ഓരിങ്ങനെയായിരുന്നു, ഹൗ എന്തൊരു ആശ്വാസം ആ പ്രശ്നത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്നറിയോ, എൻ്റെ ഹസ്ബൻഡ് എന്നും എന്നെ തല്ലും, അത് ആലോചിക്കുമ്പോൾ എന്തോ ഒരു സുഖം ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഇതാണ് ഗൈഡിൻ്റെ പ്രശ്നം. അങ്ങനെ ആരെങ്കിലും വന്ന് പറയോ? ഇല്ല. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ അനുഭവം, ആ അനുഭവത്തിൻ്റെ റെഫറൻസ് ആയിട്ടുള്ള ഫീലിങ്സും ശാരീരികമായിട്ടുള്ള അല്ലേ. അപ്പം ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞ സമയത്ത്, നല്ല അനുഭവമുള്ള കാര്യം പറഞ്ഞ സമയത്ത്, പ്രാണശക്തി നന്നായിട്ട് ഒഴുകുന്ന വിഷയത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാവും. അപ്പോൾ ഒരു കുട്ടി, നിങ്ങളുടെ കുട്ടി ഭയങ്കര സ്മാർട്ടാണ്, അപ്പോൾ ആ കുട്ടിയെ പറ്റി പറയാൻ പറയുമ്പോൾ അത് പിന്നെ ഗൈഡ് എൻ്റെ മോളുണ്ടല്ലോ, അവൾ ഭയങ്കര ശരീരമൊക്കെ അനങ്ങി തുടങ്ങും, എനർജറ്റിക് ആയി തുടങ്ങും. ആ സമയത്ത് എന്താ ഇപ്പം നിങ്ങളുടെ അവസ്ഥ? അതൊന്നും പറയണ്ട, അത് പറയാനാ ഗൈഡ് ഞാനിങ്ങോട്ട് വന്നത്. ബോഡി മൊത്തം അപ്പം തന്നെ റെഫറൻസ് എടുക്കും. മീൻസ് അവിടേക്ക് എന്തെത്തുന്നില്ല, നമ്മൾ ചുരുങ്ങി പോവാണ്, നമ്മൾ ഷ്രിങ്ക് ചെയ്ത് പോവാണ് അല്ലേ. അപ്പോൾ അവിടേക്ക് ഊർജ്ജം എത്തുന്നില്ല, അവിടേക്ക് വെളിച്ചം എത്തുന്നില്ല. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ടോണിലും, ഈവൻ അത് പറയുമ്പോൾ നമ്മളിങ്ങനെ മസിൽ പിടിച്ചിട്ട് ഈ ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് അല്ലേ, കൺസ്ട്രെയിൻ എടുത്തിട്ട് നമ്മളെ എന്താ പറയുക, ശ്വാസത്തിൽ വരെ അത് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് വെറുതെ ബോഡി ഇങ്ങനെ മസിൽ പിടിച്ച് നോക്കിയാൽ, എന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ, ഇല്ല. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ബോഡിയൊക്കെ റിലാക്സ് ചെയ്യാൻ പറഞ്ഞെന്തിനാ? പ്രാണൻ്റെ ഒഴുക്ക് കൂടി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മൈൻഡിലും നിങ്ങളുടെ പ്രാണൻ്റെ, നിങ്ങളിലെ മരുന്നിൻ്റെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുള്ളൊരു കാര്യം, ആ പ്രശ്നമുള്ള കാര്യത്തെ പറ്റി ഓർക്കുന്നത്. പക്ഷെ അത് ഓർക്കുമ്പം സാധാരണ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ പ്രശ്നത്തെ പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും ഒരു സ്പെസിഫിക് റെഫറൻസ് തരുന്നുണ്ട്. ആ റെഫറൻസിനെ മാറ്റി കൊടുത്താൽ തന്നെ നിങ്ങളുടെ ആ പ്രശ്നത്തിന് മാറ്റം ഉണ്ടാവും. നമുക്ക് സാധാരണ എങ്ങനെ സംഭവിക്കുക, ആ പ്രശ്നം മാറുമ്പോൾ നമ്മൾ എനർജറ്റിക്കായി, ഇപ്പോൾ ഭയങ്കര കേട്ടോ ഞാനതിന് മിഠായി തരാൻ വന്നാൽ കായിട്ട് പ്രശ്നം മാറിയപ്പോൾ.
എന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം അവിടെ ഇരിക്കട്ടെ. പ്രശ്നം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ പ്രശ്നത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല റെഫറൻസിലുള്ള പ്രാണശക്തിയുടെ ഒഴുക്കിൻ്റെ റെഫറൻസിലുള്ള ഏതെങ്കിലും ബോഡി പോസ്ചറിലോ ഏതെങ്കിലും ഇമോഷനിലോ ആ പ്രശ്നത്തെ പറ്റിയിട്ടൊന്ന് ആലോചിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശ്രമിക്കും തോറും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയെയും റീപ്രോഗ്രാം ചെയ്യാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ റെഫറൻസ് മാറ്റി കൊടുക്കുകയാണ്. അതായത് എനിക്ക് ഈ റെഫറൻസിലാണ് ആ പ്രശ്നം വരേണ്ടത്, ഈ റെഫറൻസിലാണ്, ഈ ഫീലിങ്സിലാണ് ആ പ്രശ്നത്തെ നോക്കി കാണേണ്ടത് എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നല്ല നല്ല മൊമെൻറ്റുകളെ പറ്റി ആലോചിച്ചിട്ട് ആ മൊമെൻറ്റിൻ്റെ ബോഡി റെഫറൻസ് നമ്മൾ ആ പ്രശ്നത്തെ നോക്കി കാണുന്നത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശ്നം മാറല്ല ചെയ്യേണ്ടത്. പ്രശ്നത്തിനോടുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റെഫറൻസ് മാറ്റുമ്പം ആ മാറിയ റെഫറൻസിൽ പ്രാണൻ്റെ ഒഴുക്കുള്ളതാണെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് പ്രാണൻ ഒഴുകാൻ തുടങ്ങും. ഈവൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രാർത്ഥിച്ചിട്ട് പോലും പ്രശ്നം മാറാതിരിക്കാനുള്ള കാരണം പ്രാർത്ഥനയിൽ ഊർജ്ജമാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ പ്രാണശക്തിയുടെ ഒഴുക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലെ പ്രാണൻ എന്ന് പറഞ്ഞത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ മരുന്ന്. ക്ലിയർ? അതാണ് ഏറ്റവും വലിയ മരുന്ന്. അപ്പം നിങ്ങൾക്കുള്ളൊന്നും അത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ പുറത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളുന്ന് ഈ സാധനം കൂടി വേണം. ഈ രണ്ടും കൂടി ചേർന്നാലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറയാറുണ്ട് നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം, അങ്ങനെയല്ല പറയാം. അല്ലാണ്ട് ഞാൻ ഫുള്ള് ഇത് മാറ്റും അടിക്കാൻ അവിടെ ഇരുന്നോണ്ടി, അങ്ങനെയല്ല. നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും സഹകരണം വേണം, നമ്മുടെ ഭാഗത്തുനിന്നും സഹകരണം വേണം. ഞാൻ എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നിന്നുകൊണ്ട് എൻ്റെ കഴിവും പ്രാഗൽഭ്യമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൽ അലങ്കോല പണികൾ എടുക്കാൻ വേണ്ടി ഞാൻ പണിയായുധങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ കൂടി എന്തിലായിരിക്കണം? നിങ്ങൾ കൂടി സറണ്ടറൻസിലും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അർപ്പണ ബോധത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്കുള്ളിലുള്ള ഊർജ്ജത്തെ ഒഴുക്കിത്തരാനുള്ള തുറന്ന മനോഭാവത്തോടു കൂടി ഇരിക്കണം. അത് ഞാൻ ഓരോ സമയത്ത് വന്നിട്ട് ഇങ്ങനെ കീറുമ്പോൾ ഇങ്ങനെ തട്ടുന്നു, ഇതെന്തിനാ ഇപ്പം എങ്ങനെ ആക്കണേ ഡോക്ടർ, അങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആവൂലേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ആർ നോട്ട് റെഡി, യു ആർ നോട്ട് ഇൻ സറണ്ടറൻസ്. എന്താ പറഞ്ഞാൽ ഈവൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അല്ലേ, നിങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ചു സമർപ്പിച്ചു എന്നിട്ട് വന്നിട്ട് ഇത് റെഡി ആവേക്കൂല്ലേ, അപ്പം ഇത് ഇങ്ങനെ ആയതെന്താ, ഞാൻ ഇന്നലല്ലേ പ്രാർത്ഥിച്ചു എന്നിട്ട് എന്താ ഇങ്ങനെ ആയതെന്ന്, അപ്പം ഇങ്ങനെയല്ലല്ലോ ആവേണ്ടത് എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ കണ്ടീഷൻ, ആ എനർജി വർക്കിൻ്റെ ഷെർത്ത് അത് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷനിൽ നിന്നും അത് തെറ്റിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ഇൻറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എനർജിയെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ എനർജിയെ മെഡിസിൻ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻറ്റൻഷനാണ്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്തിന് നിങ്ങൾ എനർജി മെഡിസിൻ വേണമെന്ന് തീരുമാനിച്ചു. കാരണം എനർജി മെഡിസിൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മെഡിസിനാണ്. നമ്മൾ ഈവൻ ഈ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പല ആൾക്കാർ പറയുമ്പോൾ ഇത് നടക്കണമെങ്കിലും നടക്കാതിരിക്കണമെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലും എന്ത് നടക്കുകയാണെങ്കിലും ആക്ച്വലി നിങ്ങൾക്കുള്ളിലെ പ്രാണശക്തിയിൽ നിന്നും അതിലേക്ക് ഒരു ഒഴുക്ക് വരണം. അല്ലാതെ ഒരിക്കലും ഇത് വർക്കാവില്ല. അതിന് ഒഴുകാൻ അതിന് ഉണരാനുള്ള മാധ്യമങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ റിച്വൽസും. അതിപ്പോൾ നിങ്ങൾ വേദം പാരായണം ചെയ്തിട്ടാണോ നാമജപത്തിലൂടെ കടന്നു പോയിട്ടാണോ എന്തിലൂടെയാണെങ്കിലും ഏതൊക്കെ കർമ്മങ്ങളിലൂടെ ആണെങ്കിലും ഇനി നിങ്ങൾ നേർച്ചകളിലൂടെ എന്താണെങ്കിലും ഇവിടെയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ആ സറണ്ടറൻസിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്കുള്ളിലുള്ള ഒരു ഡിസ്റ്റർബൻസ് നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗത്തു നിന്നില്ലാണ്ട് അവർ രണ്ടാളും ഒച്ച ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കണം. എന്തിലേക്ക്? നിങ്ങൾക്കുള്ളിലെ പ്രാണശക്തിയിലേക്ക്. അതിലേക്ക് നിങ്ങൾ ഒതുങ്ങുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ പ്രാണനിലൂടെ മാത്രമേ പ്രാണനാഥന് അവൻ്റെ നാദം കടത്തിവിടാൻ പറ്റുള്ളൂ. നിങ്ങളെ മനസ്സിലൂടെയും ശരീരത്തിലൂടെയൊക്കെയാണ് അത് പോവുക, അത് പ്രവഹിക്കുക. പക്ഷെ അതിൻ്റെ പ്രവാഹം തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ പ്രാണൻ അതിന് തുടർന്ന് ഉണർന്ന അവസ്ഥയിൽ ഇരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ചിലർ പറയും ഇങ്ങനെ ജീവിക്കണമെന്നുള്ളൂ, ജീവനൊക്കെ എപ്പോഴോ പോയിക്കിന് അല്ലേ. മരിച്ച് ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ അവരെ പറ്റിയിട്ടാലോ പറയാം. അവർ പറയും ലൈഫ് മൊത്തത്തിൽ മരവിച്ച പോലാണ്, ഒരു ഡ്രൈ ആയിട്ട് കിടക്കാണ് എന്ന് പറയുമ്പോൾ ജീവൻ ഇല്ലാഞ്ഞിട്ടല്ല, ജീവൻ ഉണ്ടെങ്കിൽ കൂടി ജീവൻ ഉള്ളതിൻ്റെ ഉന്മേഷമൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. നോക്കിയേ, ഭൂമിയിലേക്ക് ഒരു ജീവൻ ഉത്ഭവിക്കുമ്പോൾ ജീവിതമായിട്ട് നമ്മൾ കാണാം. ഒരു കുഞ്ഞൊക്കെ വരുന്ന സമയത്ത് എന്തൊരു ആവേശത്തിൽ ഉന്മേഷത്തിൽ ഉണർവിലാണ് ആ കുട്ടി ഭൂമിയിലേക്ക് വരുന്നത് അല്ലേ. ഒരു പൂ മൊട്ടിയിട്ട് വിടരുന്ന സമയത്ത്, ഒരു വിത്തിൽ നിന്നും മുള പൊട്ടിയിട്ട് അല്ലേ ഒരു തണ്ടുണ്ടാകുന്ന സമയത്ത് നമുക്കതൊക്കെ കാണുമ്പോൾ ഓർക്കുക ചെയ്യാം, പൂ വിരിഞ്ഞിക്കണ്, ഇങ്ങനെ നമുക്ക് തോന്നാം. അത് നമ്മളിൽ ഉന്മേഷം ഉണർവ് ഉണ്ടാക്കാം അല്ലേ. ആ സമയത്ത് എന്താ നമ്മളൊരു ഉറക്കുണ്ടാക്കുക, പൂ ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന സമയത്ത് ഇന്നോ നാളെയെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതേ അവസ്ഥയിലായിട്ട് പല ആൾക്കാരും ജീവിച്ചുകൊണ്ടിരിക്കണം. അവരൊക്കെ എന്നോ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര മരവിച്ചാലും
എത്ര മനസ്സ് മരവിച്ചാലും ശരീരം ദ്രവിച്ചാലും ഒക്കെ അതിന് മീതെ നിങ്ങളുടെ ഉള്ളിൽ പ്രാണനുള്ളിടത്തോളം കാലം അതിന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പറ്റും. മനുഷ്യന് പുനർജന്മം നൽകാൻ, പുനരുജ്ജീവനം നൽകാൻ തമ്പുരാൻ എന്താണ് ഉണ്ടാക്കി വെച്ചത്? മനുഷ്യൻ്റെ പ്രാണശക്തിയാണ്, അല്ലാണ്ട് ശരീരമല്ല. അതിനെപ്പോൾ വേണമെങ്കിലും പുനർജനിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഏതോ കോശം കുറച്ച് കാലത്തേക്ക് ചത്തുപോയോ, അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാണനിൽ നിന്നാണെങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോയിട്ട് നിങ്ങൾ പുനർജന്മം നൽകുന്നത് ഇതേ പ്രാണശക്തിയിൽ നിന്നാണെങ്കിൽ, നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുക തന്നെ നിങ്ങളുടെ ലിവറോ നിങ്ങളുടെ കിഡ്നിയോ നിങ്ങളുടെ ലെൻസോ ഇതെന്തെങ്കിലുമൊക്കെ കുറച്ച് കാലത്തേക്ക് പണി മുടക്കിയിട്ട് മരിച്ച പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ എന്തിനു പറ്റും? പ്രാണശക്തിക്ക് പറ്റും. അപ്പോൾ നമ്മൾ ചില്ലറ സാധനമാണോ? നമുക്ക് നമ്മളെ വില അറിയില്ല. നമുക്ക് ആകെ അറിയാം കിഡ്നി മാറ്റി വെക്കാനുള്ള വില. കിഡ്നിക്ക് എന്ത് വില ഉണ്ട് ഇപ്പം മനസ്സിലായി. ഇത് നമുക്കറിയാം. വേറെ ഇപ്പം എന്താ നമുക്കറിയാം? പല്ല് മാറ്റി വെക്കാൻ എത്ര ഉണ്ട്, ഇതൊക്കെ ഇപ്പം നമുക്ക് ആകെ അറിയാം. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് കിടക്കുന്ന എല്ലാത്തിനും റിസോൾവ് ചെയ്യാൻ പറ്റിയ, ചത്തതിനെ ജീവിപ്പിക്കാൻ പറ്റുന്ന, തീർന്നു പോയതിനെ അല്ലേ, ഇല്ലാണ്ടായതിനെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന്, ശരീരം ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ നിങ്ങളെ സമ്പത്ത് തീർന്നു പോയോ, നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞു പോയോ, മരിച്ചു പോയോ ബിസിനസ്, നിങ്ങളുടെ ബന്ധം അവിടെ ഇനി അത് നീ നന്നാവും, അതൊന്നും ഒരു ചാൻസ് ഇല്ല, ഇതിനി ഇങ്ങനെയൊക്കെ പോളൂ, അങ്ങനെ ഒന്നും ഇല്ലാണ്ടായിപ്പോയോ, അവിടെയൊക്കെ പുനർജീവനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ജീവനുള്ള നിമിഷത്തിൽ, പ്രാണനുള്ള നിമിഷത്തിൽ, ബന്ധങ്ങളിലൊക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രാണശക്തി പൂർണ്ണമായിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രാണശക്തിയുടെ പൂർണ്ണതയിൽ നിങ്ങൾ അതിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏത് കാര്യമായിക്കോട്ടെ, പഠനമാകട്ടെ, ജോലിയാകട്ടെ, ബന്ധമാകട്ടെ, അവിടെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ഇങ്ങനെ പ്രസരിക്കണേ കാണാൻ പറ്റും. ആരും നിർബന്ധിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാനൊരു തോന്നൽ. നമ്മൾ ജീവനോടെ നിൽക്കുകയാണ്. ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് ഒന്നും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്കുണ്ട് അല്ലേ, നമുക്കൊരു പുനരുജ്ജീവനം കിട്ടിയതുപോലെ നമ്മൾ ഭയങ്കര ആവേശത്തിലായിരിക്കും. അന്ന് വീട്ടിലത്തെ എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്തോളൂ, ചോദിക്കാതെ തന്നെ. കാരണം നമ്മൾ ആ ത്രില്ലിലാണ്, പുനരുജ്ജീവനം കിട്ടിയ ത്രില്ലിലാണ്. അപ്പോൾ എന്നും നമുക്ക് ആ പ്രാണശക്തിയെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ അതിന് ഒരു മെത്തേഡാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞത്, മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. കാരണം നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഒഴുക്കിനെ കൂടി റെഡിയാക്കി എടുക്കാനാണ്. പലർക്കും മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞാൽ മൈൻഡിൻ്റെ എന്തോ ഒരു കാര്യം ഇങ്ങനെ ഇതാക്കി എടുക്കാനുള്ള ഒരു സംഭവം എന്ന് മാത്രമാണ്. മൈൻഡിൻ്റെ റെലബിനും അത് ഫങ്ഷൻ ചെയ്യും, ശരീരത്തിൻ്റെ റെലബിനും അത് ഫങ്ഷൻ ചെയ്യും. ഇനി മൈൻഡിലോ ശരീരത്തിലോ മറ്റുള്ള കാര്യത്തിലോ നിങ്ങളുടെ മെഡിറ്റേഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് എന്താണ് കറക്റ്റായിട്ട് വരണമെന്നുള്ള. അപ്പോഴാണ് നമ്മൾ ഈ ചക്രാസ് അല്ലെ, ലതായിഫുകൾ എന്നൊക്കെ പറഞ്ഞ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയാം. നമ്മളുടെ ശരീരത്തിലെ പല ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. 200-ലേറെ മർമ്മങ്ങളെ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന് മർമ്മമുള്ളതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഊർജ്ജ വലയത്തിൽ ഒരുപാട് ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും മർമ്മത്തിലോ പ്രധാനമായ ഇടത്തിലോ ബ്ലോക്ക് ഉള്ളതുപോലെ തന്നെ ഈ ഊർജ്ജ കേന്ദ്രത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ദ സൊല്യൂഷൻ ത്രൂ എനർജി എന്ന് പറയുന്ന മെഡിസിനിലൂടെ എത്തണമെങ്കിൽ നമ്മളെ മനസ്സിന് അതിയായിട്ടുള്ള വിശ്വാസത്തിൽ നമുക്ക് അതിലെത്തിക്കാൻ പറ്റും. അതിനാ ഫെയ്ത്ത് എന്ന് പറയാം. ഇപ്പം സ്യൂഡോ ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അതൊരു സയൻറ്റിഫിക് അല്ല, അശാസ്ത്രീയമാണെന്ന് പറഞ്ഞാലും പ്ലാസിബോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഒരു തെളിവും ഇല്ലാണ്ട് അശാസ്ത്രീയമായ രീതിയിൽ ഒരാൾ ഒരു കാര്യം ഇത് മരുന്നാണെന്ന് വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് പരിഹാരം കിട്ടല. ഇപ്പോൾ ഡോക്ടർ പറയാണ്, ഞാൻ ഭയങ്കരമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി എൻ്റെ പഠിച്ചോൻ എൻ്റെ അസുഖം ഈ വെള്ളം കുടിക്കുന്നതോടുകൂടി മാറ്റും എന്ന് പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഞാനിത് കുടിച്ചപ്പോൾ എൻ്റെ അസുഖം മാറി എന്നതുകൊണ്ട് അടുത്തിരിക്കുന്ന ഷഹാനെ വെള്ളം കുടിച്ചാൽ അസുഖം മാറുന്ന ഡോക്ടർ പറഞ്ഞത്. എല്ലാവരും കൂടി വെള്ളം കുടിച്ചാൽ അസുഖം മാറോ? ഇല്ല. ഈ വെള്ളം ഡോക്ടർക്ക് അസുഖം മാറാനുള്ള കാരണമായത് ഡോക്ടർക്കുള്ളിൽ ഈ വെള്ളം മരുന്നാണെന്നുള്ള അതിയായിട്ടുള്ള വിശ്വാസമാണ്. അതിന് ശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും ഇത് വർക്കാവില്ല. എല്ലാവർക്കും ഒരുപോലെ വർക്കാവണേന് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ശാസ്ത്രീയം എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പ്രെയർ അശാസ്ത്രീയമാണ് പറയാനുള്ള കാരണം പ്രെയർ വർക്കാവാത്തോണ്ടാ, എല്ലാവർക്കും ഒരുപോലെ വർക്കാവില്ല. അപ്പോൾ വർക്കാവണ സാധനമാണ്. വർക്കാവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ കറക്റ്റ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കത് വർക്കാവും. അപ്പോൾ അത് നമുക്ക് യൂണിവേഴ്സലി എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഇത് വർക്കാവുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് വർക്കാവുന്നൊരു സാധനമാണ്. ക്ലിയർ ആയോ? അപ്പം ഈ പ്ലാസിബോ എന്ന് പറയുന്ന കാര്യത്തിൽ എന്താ പറയുന്നത്, ഫെയ്ത്ത് ഹീലിംഗാണ്. നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹീലിംഗ് സംഭവിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ആയുർവേദ ആണെങ്കിലും ഹോമിയോപ്പതി ഒക്കെ ആണെങ്കിലും ഫെയ്ത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ?
എല്ലാ ആൾട്ടർനേറ്റീവ് മെഡിസിനും മോഡേൺ മെഡിസിനും നമ്മൾ പറഞ്ഞ സാധനം അല്ലാത്ത എല്ലാ ആൾട്ടർനേറ്റീവ് മേഖലകളിലുള്ള മെഡിസിൻസിന് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞൊരു സാധനം വിശ്വാസമാണ്. അപ്പം ഞാനൊരിക്കലും ഒരു വൈദ്യനെ കാണാൻ പോയപ്പോൾ കൈ കെട്ടാൻ വേണ്ടി ഒരു വൈദ്യൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ പോയ സമയത്ത് മൂപ്പര് കൈ ഇങ്ങനെ കെട്ടുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, സൈഡിലൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വൈദ്യം എന്ന് പറഞ്ഞാൽ കേവലം മരുന്നിലുള്ള വിശ്വാസം മാത്രമല്ല വൈദ്യനിലുള്ള വിശ്വാസം കൂടിയാണെന്ന്. അപ്പം നമ്മൾ പറയാം ആ കഷായം നല്ല കഷായമാണ്, ഒന്നുകൂടി എടുത്തോളിട്ടോന്ന് പറഞ്ഞാൽ കഷായത്തിൽ മാത്രമല്ല വിശ്വാസം വരുന്നത്, കഷായം തരുന്ന ആളിൽ കൂടി വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, ആ മരുന്ന് ഫലിക്കുള്ളൂ. ഇപ്പം ഞാനിവിടെ ലൈവായിട്ട് എടുത്തിട്ട് ചെയ്ത കുറേ റിസൾട്ടിൽ അവരൊക്കെ അറിഞ്ഞോ അറിയാതെ എന്നോട് പറയണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഗൈഡ് ഉറപ്പാണ്, ഗൈഡ് പറയുകയാണെങ്കിൽ ഉറപ്പാണ്, കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്. ആ ഒരു സാധനം കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവർക്ക് ടൂള് പോലും ചെയ്യാണ്ടത് എന്ത് ചെയ്യാൻ പറ്റിയത്, സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. അത് ഞാൻ ഭയങ്കര പവറുള്ള ആയതുകൊണ്ടല്ല, അവർക്കുള്ളിലെ പവർ ഉണർത്താൻ എന്നെ കൊണ്ട് പറ്റുമെന്നത് അവരിൽ കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് എൻ്റെ കേപ്പബിലിറ്റി. അപ്പോഴാണ് റൈറ്റ് ആയിട്ടുള്ള ടീച്ചർ, റൈറ്റ് ആയിട്ടുള്ള ഡോക്ടർ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. അത് എനർജിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ആളുടെ മനസ്സിനെയല്ല കൺവിൻസ് ചെയ്യണത്, അവരെ എനർജിയാണ് ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കണം. എനിക്ക് വേണ്ട എന്താണ്, നിങ്ങളെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്താലും റിജക്റ്റ് ചെയ്താലും നിങ്ങളിലെ പ്രാണശക്തി അത് പ്രാണനാഥൻ്റെതാണ്. അവിടുത്തെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പരിപാടി എടുക്കും, അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ തോട്ട് പാറ്റേണിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കുള്ളിലും ഈ ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും മോഡേൺ മെഡിസിൻ എന്താണ്, ഇന്നത്തെ പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് കാണാണ്ട് ജീവിക്കുന്ന ഏതൊക്കെയോ ഗോത്രവർഗ്ഗക്കാരുണ്ട്. ഓർക്കും പനിയൊക്കെ വരും അല്ലേ, ഓർക്കും പല അസുഖങ്ങൾ വരും. അപ്പോൾ അവർക്ക് എന്താണ് മരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്തോ വിശ്വാസം കൊണ്ട് ആർക്കോ ഒരു തോന്നല് ഇത് മരുന്നാണ് എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് വിശ്വസിച്ചാൽ അതെന്താവുന്നു, മരുന്നാകുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നത് ഇന്നൊരാളുണ്ട്, ഒരു ഒറ്റമൂലി ഉണ്ട്, ഒരിടത്തായി പോയാൽ കിട്ടും. ഒരു തരുന്ന ഒറ്റമൂലി നമ്മളെ നാട്ടിൽ കാണുന്ന കാട്ടുചെടി തന്നെ ആയിരിക്കും. പക്ഷെ അവർ തരുമ്പോൾ റെഡിയാവുള്ള കാരണം അവരുടെ ഗോത്രത്തിൻ്റെ അവരുടെ കമ്മ്യൂണിറ്റിയുടെ കലക്റ്റീവ് കോൺഷ്യസ്നെസ്സിലെ വിശ്വാസമാണിത് മരുന്നാണെന്ന്. ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് സമാനമായ ഊർജ്ജബോധമുണ്ട് ഇത് മരുന്നാകുന്നു. അതൊന്നും സ്വീകരിക്കുമ്പം കലക്റ്റീവായിട്ട് പ്ലാസ്റ്റിക് പോലും നമുക്ക് ആ ഒറ്റമൂലി വർക്കാവുന്നു. ഇതേ സാധനം മറ്റേ മൂസാനബിൻ്റെ കഥ പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ചെടി ഇരുന്ന് അവിടുന്ന് പറിച്ച് കഴിച്ചാൽ പോരാ. അപ്പോൾ ഷെയർ തോന്നാ ഇതല്ലേ നിങ്ങൾ ഒറ്റമൂലി ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയുന്ന നാട്ടിൽ പോയിട്ട് അവിടെ സൈഡിൽ കാണാൻ കാടിച്ചെടിയൊക്കെ പറിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു ഒറ്റമൂലി ഉണ്ടെങ്കിൽ കൊടുത്താൽ എല്ലാവർക്കും വയറുകളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അസുഖം മാറിക്കൊള്ളത്തില്ല. കാരണം നിങ്ങൾ ഒറ്റമൂലി എന്ന് പറഞ്ഞ സാധനം സെയിം ആയതുകൊണ്ട് കാര്യമില്ല, അത് തരുന്ന ആളുകൾക്ക് അതെങ്ങനെ വന്നു, എത്രത്തോളം ജനറേഷനിലൂടെ. അപ്പോൾ അവർ ജീനുകളിൽ തന്നെ ആ ഫെയ്ത്ത് കിടക്കുന്നുണ്ട്. അതാണ് പാരമ്പര്യമായിട്ട് കൈമാറ്റം കിട്ടിയത്. അപ്പോൾ അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സിദ്ധി ആയതുകൊണ്ട് ആളുകൾക്ക് ശമനം കൊടുക്കാൻ പറ്റുന്നു. പക്ഷെ ഇതിൻ്റെ പിറകിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ദ എനർജി തന്നെയാണ്. അപ്പോൾ എന്ത് മരുന്നിന് നിങ്ങൾ സമീപിക്കുന്നു എന്നതിന് മീതിയാണ് അതിലെ ഊർജ്ജത്തെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാന്നുള്ളത്. പക്ഷെ നമ്മളുടെ നാട്ടിൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഓരോരുത്തരെ ഓരോ പാർട്ടിക്കാരാക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ ഓരോ മെഡിസിൻ്റെ ആൾക്കാരാക്കുന്നുണ്ട്. എനിക്ക് ഹോമിയോ ആണ്, ഞാൻ പൊതുവെ എനിക്ക് ആയുർവേദയിലാണ്, ഞാൻ ഇംഗ്ലീഷാണ്. അപ്പോൾ അല്ലേ ഏത് സ്കൂളാണ് പഠിക്കുന്നത് ചോദിച്ച പോലെ തന്നെ ഞാൻ അവിടെ പോക്ക് നമുക്ക് അവിടുത്തതാണ് ഓക്കെ എന്ന് പറയുന്ന പോലെ തന്നെ മാമോദീസ മുക്കി എടുക്കണ പോലെ തന്നെ ഒരു കുട്ടി അവിടെ ജനിച്ച് കഴിയുമ്പോൾ ആ കുട്ടിയെ ഹോമിയോയിൽ ഹോമിയോയോട് പ്രതികരിക്കുന്ന മൈൻഡാക്കണോ ശരീരമാക്കണോ മോഡേൺ മെഡിസിനോട് ആക്കണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുന്നുണ്ട്. നമ്മൾ കളക്റ്റീവായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഹോമിയോ ഫലിക്കോളൂ, എൻ്റെ കുട്ടിക്ക് ഹോമിയോ ഫലിക്കോളൂ, ഇനി കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഫലിക്കോ ഇല്ല. അപ്പോൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് ഇനി എനർജി മെഡിസിൻ എടുക്കണമെങ്കിൽ ഈ പ്രോഗ്രാം പൊളിക്കണ്ടേ. അപ്പോൾ റീപ്രോഗ്രാമിങ് വേണം, ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഇന്നത്തെ മോഡേൺ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതേ ഉള്ളൂ പരിഹാരം എന്ന് പറയും. മാർക്കറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് ഓൾറെഡി എന്ത് ഉറപ്പിച്ചിട്ടുണ്ട്, ഇതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുറേ ഭയപ്പെടുത്തുന്ന കുറേ കഥകളും ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായതുണ്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ സമീപത്തേക്ക് പോവേയില്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രോഗ്രാമിംഗ് മെത്തേഡ്. അപ്പം നമ്മളെ മനസ്സ് അതിലേക്ക് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ആ കൺവിൻസ്ഡ് ആയിട്ട് കിടക്കുന്ന റെലബിലെ സൊല്യൂഷനുള്ളൂ എന്നുള്ളതിൽ നിന്നും ഒരു ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു പഠിച്ചോനെ ഈ അസുഖം മാറ്റി തന്നെ, വേറൊരു ഭാഗത്ത് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ മാത്രമേ ഇത് മാറുള്ളൂ എന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മനസ്സിനേറ്റ പ്രോഗ്രാം, വേറൊരു ഭാഗത്ത് പഠിച്ചോ മാറ്റാൻ ഉദ്ദേശിക്കുന്നവനെ എങ്ങനെയും മാറ്റും. അല്ലാണ്ട് ഈ പ്രൊസീജിയറിലൂടെ തന്നെ മാറ്റി തരണം എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ മാറ്റാനുള്ള ഫ്രീഡം നിങ്ങൾ ഒഴിവാക്കാം.
അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇത് മാറ്റി തരണേ എന്ന കണ്ടീഷൻ നമ്മൾ വെക്കാണ്. അതിനപ്പുറത്തേക്ക് ഗോഡ് ക്യാൻ ഹീൽ യു ഇൻ മില്യൺ വേയ്സ്. കാരണം മില്യൺ വേയ്സ് ഓഫ് ഹീലിംഗ് ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അസുഖം മാറിയില്ല. അപ്പോൾ പഠിച്ചവൻ തിരിച്ചെന്ത് പറയും, നീ നിൻ്റെ ഉള്ളിലുള്ളത് മാറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് നിൻ്റെ അസുഖം മാറ്റാൻ പറ്റിയില്ല. കാരണം നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെ മാറാവൂന്ന്? അപ്പോൾ ചില ആളുകൾക്ക് ശാരീരികമായ അസുഖമോ അതല്ലെങ്കിൽ ദാമ്പത്തികമോ സാമ്പത്തികവുമായിട്ടുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അന്നേ വരെ അവർ കൊണ്ടു നടന്ന കുറേ വിശ്വാസ സംഹിതകളുണ്ട്. അത് മൊത്തം പൊളിയും. അത് പൊളിഞ്ഞിട്ട് ഒരു ശരിക്കും പഠിച്ചോനറിയും. അപ്പോൾ പഠിച്ചോനൊരു പാഠം പഠിപ്പിക്കും. ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം മനസ്സിലായി, ഇങ്ങനെ മാത്രമേ ബിസിനസ് വളരുള്ളൂ, ഞാൻ ശക്തി പിടിക്കാൻ പാടില്ല, ഇത് മാത്രമേ ഒരു മെത്തേഡുള്ളൂ, ഞാൻ വാശി പിടിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈ വിഭാഗീയതകളൊക്കെ അങ്ങ് പോകും. അപ്പോൾ നിൻ്റെ ഉള്ളിലെ അസുഖം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ ശമനമായിരിക്കുന്ന തമ്പുരാനെ ശമനമായിരിക്കുന്ന തമ്പുരാനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോർട്ടിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് പൂട്ടിയിട്ട് ഇതാണ് ശമനം എന്ന് നീ ഫിക്സ് ചെയ്തിരിക്കുന്നു. അത് രോഗമാണ്. കാരണം അത് നിൻ്റെ ഇക്കോസിസ്റ്റമിക് ആയിട്ടുള്ള കലക്റ്റീവായിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള നിന്നിലെ കേപ്പബിലിറ്റീനെ അത് വളരാൻ സഹായിക്കൂല. അപ്പോൾ നമ്മൾ കഷ്ണമായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നല്ലോ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ലതാണ് ഡീപ്പായിട്ട് പഠിക്കാൻ. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കഷ്ണമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ, ബ്രാഞ്ചായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പറയാറുണ്ട് ആദ്യം ഒറ്റ ഡോക്ടർ എല്ലാത്തിനും, കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ ഡോക്ടേഴ്സ് കുറച്ച് മാറി തുടങ്ങി. പിന്നെ ഇപ്പം കണ്ണിനൊരു ഡോക്ടർ, പല്ലിനൊരു ഡോക്ടർ, കാതിനൊരു ഡോക്ടർ, നല്ലതാണ്, ഡീറ്റെയിലിംഗ് നല്ലതാണ്. പക്ഷെ ഇതെല്ലാം കൂടി മുറിച്ച് കൊണ്ടതിനിടയ്ക്ക് ശരീരം എന്നുള്ള നമ്മൾ മറന്നു വരുത്. അപ്പം പല്ലിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണം, പക്ഷെ നിങ്ങൾ ശരീരത്തെ പറ്റി പൂർണ്ണമായിട്ടും ബോധ്യത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനൻ്റെ രോമത്തിൽ ആനവാലിൽ PhD ചെയ്ത ആൾ പറയുകയാണെന്ത്, ഞാൻ ആനൻ്റെ ഡോക്ടറാണ്, ഞാനാണ് ആനയെപ്പറ്റി ഗവേഷണം നടത്തിയത്. എന്നാൽ ആനച്ചെവിയിൽ റിസർച്ച് നടത്തിയ വേറൊരാൾ, നിങ്ങളാരാ അത് പറയാം, ഞാനാണ് ആനയെ റിസർച്ച് നടത്തിയ ആൾ അല്ലേ, തുമ്പിക്കൈയിൽ റിസർച്ച് നടത്തിയ ആൾ, മൂപ്പരാരാണ്, ഞാനാണ് ആനയെ പഠിച്ച ആൾ, എനിക്ക് ആനയെ പഠിച്ച കാര്യത്തിൽ PhD ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കാപ്പം ആനനെ പറ്റിയിട്ട് അറിയിക്കുക? ഓരോരുത്തർക്കും ഓരോ കഷ്ണം അറിയാം. മിക്കവാറും ഇതൊന്നും ചെയ്യാത്ത പാപ്പാനായിരിക്കും ആനയെ നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് PhD ഉണ്ടോ? എന്ത് PhD? ഞാൻ കുറേ കാലമായിട്ട് ആനനെ മെരുക്കിയതാണോ എന്നും പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ട് ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പട്ടയുടെ അകത്തിൽ ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ട്, ഏതൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്, ഇത് ആനയുടെ ഡൈജഷൻ എങ്ങനെ ബാധിക്കണം നിങ്ങൾക്ക് അറിയോ? ഓ മൈ ഗോഡ്, ഇത്രയും പ്രശ്നമായിരുന്നു, എന്താ നിങ്ങൾ അങ്ങോട്ട് നോക്കിയോളൂ. ഇവർക്ക് ആനൻ്റെ ഫുഡ് കറക്റ്റ് കൊടുക്കാൻ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല, ആനയെ മെരുക്കാനോ ഒന്നും ആക്കാൻ അറിയില്ല. എന്നാൽ ആനയുമായിട്ട് ഇത്രയും കാലം ഇടപഴകിയ ആളുകൾക്ക് എനർജറ്റിക്കലി ഉണ്ടാക്കുന്ന ചില അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതാണ് നമ്മൾ ചില സമയത്ത് വേറെ ആർക്കും തീർത്തു കൊടുക്കാൻ പറ്റാത്ത ചില കാര്യം ഇങ്ങനെ എനർജറ്റിക്കലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആടന്മാരായിട്ടുള്ള ചില ആൾക്കാർക്ക് അതിന് പരിഹാരം തരാൻ പറ്റുന്നത്. എന്നിട്ട് തലയിൽ മുണ്ടിട്ടാൽ പോകാനും പറ്റുള്ളൂ, കാരണം മോശമല്ലേ അല്ലേ? ഡോക്ടറൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറായിട്ട് എന്ന് ചോദിക്കൂലേ? അപ്പോൾ അതിട്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂല. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ടീമിൻ്റെ ആൾക്കാരായതുകൊണ്ട് ആരും കാണാണ്ട് വേണം പോകാനും. ഇപ്പോൾ ദൈവനിഷേധമുള്ള ആൾക്കാർ സംഭവം നിഷേധമൊക്കെ ഓക്കെയാണ്, എന്നാലും ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കേണ്ടായിരുന്നു, മുണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പോണ പോലെ. പരസ്യമായിട്ട് എതിർക്കും, രഹസ്യമായിട്ട് പിന്തുടരും. അതാണ് എപ്പോഴും സത്യം എന്ന് പറഞ്ഞാൽ. സത്യം എപ്പോഴും അങ്ങനെ തന്നെയാണ്. സത്യത്തെ ഒരുപാട് ആൾക്കാർ പരസ്യമായിട്ട് എതിർത്തതാണ്, എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ കാണാൻ എല്ലാവരും ഒരു സ്ഥലത്ത് നിങ്ങൾ എന്താണ് പുറത്ത് വരണം, അവിടെ പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഹൗ ദ പീപ്പിൾസ് ആർ വെരി ഫേക്ക്. നമ്മളെ ഇന്നത്തെ ലോകം നമ്മളങ്ങനെ ഫേക്കായിട്ട് ഇരിക്കാനാണ് ആക്ച്വലി എന്ത് ചെയ്യണത്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സോ ഓൾവേസ് ഫോളോ ദ ട്രൂത്ത്. ട്രൂത്ത് മനസ്സിലാക്കണമെങ്കിൽ എനർജിയെ പഠിക്കണം. എനർജിയിലാണ് ട്രൂത്ത് ഉള്ളത്. ഒരാൾ വളരെ വാക്ചാരുതയോടുകൂടി സംസാരിക്കുന്നത് കൊണ്ട് ഒരു ട്രൂത്താന്ന് ഒരിക്കലും പറയരുത്. എപ്പോഴും കളവാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, എനർജിയാണ്. ദ വൈബ് ഡസ് നോട്ട് ലൈ. ഒരാളുടെ ഊർജം, ഞാനിവിടെ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ പറയട്ടെ പറയാതിരിക്കട്ടെ, എൻ്റെ അടുത്ത് നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എനർജി ഫീൽ ചെയ്യുന്നു, അതാണ് ട്രൂത്ത്. സോ എനർജി കനോട്ട് ലൈ എന്നുള്ളതാണ്. അപ്പോൾ ദൈവം സത്യത്തെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഊർജത്തിലാണ്. കാരണം ഊർജത്തിന് കളവ് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മരുന്നാണ്, അത് മരുന്നാണ്, അങ്ങനെ പല മരുന്നുകളും, ഉള്ള മരുന്ന് ഇല്ലാത്ത മരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണില്ലേ, എത്രയോ വർഷം ഉപയോഗിച്ച മരുന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയാം അതിൽ ഭയങ്കര പ്രശ്നം, അത് പിൻവലിച്ചു. അപ്പോൾ എത്രയും കാലം കുടിച്ചവരൊക്കെ അത് ക്യാൻസറിനുള്ള സാധ്യത ഉണ്ട്, അത് പിൻവലിച്ചു പോലും. അപ്പം പിന്നെ എന്തിനായിരുന്നു കാണിച്ചേ? അത് കൊടുത്ത ഡോക്ടേഴ്സ് കളവാക്കിയല്ലേ. ആ ഡോക്ടേഴ്സും പഠിച്ചു, സയൻറ്റിഫിക്കലി പഠിച്ചു, അവർക്ക് സയൻറ്റിഫിക്കലി പറഞ്ഞു ഇതിന് ഇങ്ങനത്തെ എഫക്റ്റ് ഉണ്ട്, ഇങ്ങനത്തെ എഫക്റ്റ് ഉണ്ട്. സയൻറ്റിഫിക്കലി ഹെൻസ് പ്രൂവൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത മെഡിസിനാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അതേ ഡോക്ടറിന് അറിയാം സയൻറ്റിഫിക്കലി ഇപ്പോൾ ഒന്നുകൂടി പ്രൂവൺ അത് പ്രശ്നമാണ്.
അപ്പോൾ ആദ്യം കഷ്ടപ്പെട്ട് പഠിച്ച ഡോക്ടേഴ്സ്, ആ മരുന്നിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് ഇവരെ തന്നെ അറിവിലൂടെ ചതിച്ചതാണ്. അവരത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാണ് വാസ്തവം. എന്നിട്ട് അത് പിന്നീട് പിൻവലിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? മരുന്ന് ഇന്നത് മാത്രമാണ് ശരി എന്ന് ഉറപ്പിച്ചതിലൂടെ ഇനി ആൾക്കാർ അതേ വിശ്വസിക്കുന്നു ഉറപ്പായതോടുകൂടി അതിൻ്റെ കൂടെ ഫേക്കും കൂടി എന്ത് ചെയ്യുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം കൺവിൻസ്ഡ് ആയി എന്ത് അതിൻ്റെ ഉള്ളിലൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ തന്നെയാണ് സത്യത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ, സത്യത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഒളിച്ചു കടത്തലുകൾ സംഭവിച്ചെന്നുള്ളതാണ്. ഇപ്പം നോക്കിയേ, ദൈവത്തിൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ എന്തൊക്കെ ഒളിച്ചു കടത്തിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അത് റിലീജിയസ് ബേസിസിലാണ്, സ്പിരിച്വൽ ബേസിസിലാന്ന് പറഞ്ഞാൽ പിന്നെ നോ ക്വസ്റ്റ്യൻ, അത് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ നീ ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താ എന്ന് പറഞ്ഞ പോലെ അത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അതോടുകൂടി പിന്നെ എന്താ അത് ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതായി അതിൻ്റെ ഭാഗം എന്നുള്ളത്. നമ്മുടെ ഇൻറ്റൻഷൻസ് ഒക്കെ വേറെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ട്രൂത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു, ഫോക്കസ് ഓൺ സീക്ക് എനർജി. ഇപ്പം കുറേ സിദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ, സിദ്ധികളുള്ള ആൾക്കാരൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള കുറേ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ കുറേ അത്ഭുതകരമായിട്ട് അസുഖങ്ങളൊക്കെ മാറ്റുന്ന ചില പൊടിക്കൈകളുണ്ടായിരിക്കും. ഈ പൊടിക്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ പൊടി കൊണ്ടുവരാന്നുള്ളതല്ല. പൊടിക്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആളുകൾക്ക് ദൈവമാകുന്ന സത്യത്തെ അനുഭവിക്കാൻ അവരെ അത്ഭുതപ്പെടുത്തുമാർ എന്തെങ്കിലും സിദ്ധി ഉണ്ടായിരിക്കും. അത് അവരെ എനർജിയിലൂടെ വരണം. എന്നിട്ട് അവർ അത്ഭുതകരമായിട്ട് അസുഖമൊക്കെ മാറ്റി കൊടുക്കും. അപ്പോൾ ഇവർ ചോദിക്കും ഇതെന്ത് മാജിക്കാണ്? അപ്പോൾ അവർ ഉടനെ പറയും ഇത് എൻ്റെ മാജിക്കല്ല, ആരുടെയും മാജിക്കല്ല, എൻ്റെയും നിൻ്റെയും ഉള്ളിലൊക്കെ ഉള്ള ഊർജ്ജമാകുന്ന ദൈവമാകുന്ന പ്രാണശക്തിയുടെ ഒഴുക്കിൻ്റെ മാജിക്കാണ്. ഇത് നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാമോ? അനുഭവം വന്നിരിക്കുന്നു. അത് നീ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് എന്നെ പിന്തുടരുക എന്നുള്ളതല്ല. ഞാൻ നിൻ്റെ അസുഖം മാറ്റി തന്നതുകൊണ്ട് എന്നെ പിന്തുടരുക എന്നുള്ളതല്ല. നിൻ്റെ അസുഖം മാറ്റുന്നതിലൂടെ എൻ്റെ കർത്തവ്യം, എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ അത്ഭുതപ്പെടുത്തുമാറ് നിനക്ക് ശമനം തരുന്ന ഒരുവനുണ്ടെന്ന് ഓർമ്മിപ്പിക്കല. അത് നിനക്ക് ഓർമ്മ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ നിൻ്റെ ഉള്ളിൽ നിന്ന് സ്മരിച്ചുകൊണ്ടിരിക്കോ. ഈ അനുഭവം തന്നെ ധാരാളമാണ്. അപ്പം അസുഖം എന്തിനാ? പഠിച്ചോൻ തന്നെ പഠിച്ചോനിലേക്ക് അടുപ്പിക്കാൻ. എന്നിട്ട് എത്ര ആൾക്കാർ അടുത്തു? ആൾക്കാർ ശമനത്തിലേക്ക് അടുത്തു, പക്ഷെ പഠിച്ചവനിലേക്ക് അടുത്തോ? അസുഖം മാറി ശമനത്തിലേക്ക് അടുത്തോ? ശമനം തന്നവനിലേക്ക് അടുത്തോ? എന്നാൽ ശമനം തരുന്നതും ഒരാളാണ്. He himself is the healer. He himself is the healing. രണ്ടും അവൻ തന്നെയാണ്. ആ ഊർജം തന്നെയാണ് പ്രവഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്താതെ നമ്മൾ ആ അസുഖം മാറി അടിപൊളി, മറ്റേ സലീംകുമാർ അറിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കത് മാറ്റം തമ്പുരാനും എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുന്നു, താങ്ക് യു, എല്ലാവരും പിരിഞ്ഞു പോയിക്കോൾ തന്നെ പിരിഞ്ഞു പോയി. വീണ്ടും അടുത്ത പ്രശ്നം വരും. എന്തുകൊണ്ടാണ് വരാനുള്ള കാരണം? ഒന്നിൽ നിന്നും നിങ്ങൾ പാഠം പഠിച്ചില്ല. നിങ്ങൾ ശമനം പിടിച്ചു, പക്ഷെ ശമനം തരുന്നതിനെ നിങ്ങൾ പഠിച്ചില്ല, പിടിച്ചില്ല, അറിഞ്ഞില്ല, അനുഭവിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിവ് കിട്ടുമ്പോൾ അറിവിലും പ്രാണശക്തിയുടെ ഒഴുക്കുണ്ട്. നിങ്ങൾ ആ അറിവിലൂടെ പ്രവർത്തിച്ച ശമനമാകുന്നവനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ മാത്രമേ ആ അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാലാകാലം ഉപകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഉപയോഗിക്കുക കളയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാവശ്യമില്ല, വാലിഡിറ്റി തെറിഞ്ഞ് പുതിയത്. അത് പഴയ സിലബസ് അല്ല, ഒഴിവാക്കിയേക്ക്. നമ്മളിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന അറിവാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, എത്ര കാലം ഉപയോഗിച്ചാലും തീരാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത, എല്ലാ കാലത്തേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു അറിവ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ മാത്രമേ, അതിനെ അന്വേഷിക്കുമ്പോൾ മാത്രമേ എന്നെന്നും നിലനിൽക്കുന്ന സത്യത്തെ നമ്മൾ അന്വേഷിക്കുകയുള്ളൂ. അപ്പം എനർജി എന്ന മരുന്ന്, എനർജി എന്ന മെഡിസിൻ, അതിനെ പഠിക്കുന്നതിലൂടെ, അതിനെ അറിയുന്നതിലൂടെ ഊർജ കേന്ദ്രമായവനെ അറിയാനുള്ള അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ച പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ, അതാണല്ലോ ശമനം, അതിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കും. കാരണം അതിനപ്പുറത്തേക്ക് ഒരുപാട് വഴികൾ കണ്ടെത്താൻ നിങ്ങളുടെ ഊർജ്ജബോധം നിങ്ങളെ സഹായിക്കും. അതേ പറയാം, മില്യൺസ് ഓഫ് വേസ്. നമ്മളെ മനസ്സിൻ്റെ മുന്നിൽ ഒരു പ്രശ്നത്തിന് 4, 5, 10 പരിഹാര മാർഗങ്ങളാണെങ്കിൽ ഈ 5, 10 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനിയൊരു വകുപ്പും കാണില്ല. ഇനിയിപ്പോൾ എന്താ, തവക്കൽത്തു അലല്ലാഹ്, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുശേഷം ഇനിയിപ്പം വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ പഠിച്ചോൻ തുറക്കട്ടെ എന്ന രീതിയിലേക്ക് നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഞാൻ എന്ന അഹങ്കാരത്തെ സമർപ്പിക്കുന്നത്. അതായത് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, എൻ്റെ പണി ഞാനൊന്ന് എടുക്കട്ടെ
എങ്ങനെ പഠിച്ച പണി 18 നോക്കി, പക്ഷെ പഠിച്ച പണി 18 നോക്കിയിട്ട് പരിപാടി നടക്കില്ല. എന്നിട്ട് പറയാം ഇതെന്താ പഠിച്ചവനെ നേരാത്ത, ഞാൻ എന്തൊക്കെ നോക്കി. അപ്പോൾ നീ അഹങ്കാരത്തിൽ പറയും ഞാൻ എന്തൊക്കെ നോക്കി. അപ്പോൾ പഠിച്ചവൻ മാറ്റി തരൂല. ഞാനൊന്ന് മാറ്റി ഇനി പഠിച്ച പറയും ഞാനൊന്ന് നോക്കട്ടെ, എനിക്കൊന്നിങ്ങോട്ട് നിൽക്ക്. അപ്പോഴെത്തുന്ന വേഗം കൺക്ലൂഡ് ചെയ്തു ഞാൻ ഇതിൽ എക്സ്പേർട്ടാണ്, ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കി ഇനി ഇത് നടക്കുന്നു എനിക്ക് തോന്നില്ല, അതുകൊണ്ട് നമുക്ക് വിടണത് നല്ലതെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല? ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന എൻ്റെ ഈഗോന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതൊന്നും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് പാസീവ് അഗ്രസീവ് ബിഹേവിയർ ടുവാർഡ്സ് ദ ഓൾമൈറ്റി. എന്ത് ഇതിലൊന്നും വലിയ കാര്യമില്ല, ഞാനൊക്കെ എത്ര നോക്കിയാൽ ഓനാവൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, എനിക്കതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇങ്ങനെ പഠിച്ച പണി 18 തവണ പയറ്റി നോക്കിയിട്ട് വർക്കായിട്ടില്ലെങ്കിൽ നമ്മളെ ഈഗോ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് വർക്കാവാത്തത്. അങ്ങനെ വർക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ഈഗോ കൂടാ ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഊർജ കേന്ദ്രത്തെ അനുഭവിക്കുന്നതിലൂടെ ദൈവബോധം ഉണ്ടാകുന്നതിൽ നിന്നും തെന്നിയിട്ട് ഊർജ കേന്ദ്രത്തെ അനുഭവിക്കാനുള്ള ഒരു സാധനം ഉപയോഗിക്കാണ്ട് മനസ്സിൻ്റെ തലത്തിൽ പഠിച്ചു വെച്ച കുറേ സാധനം ഇംപ്ലിമെൻ്റ് ആക്കി റിസൾട്ട് ഇട്ടില്ല, ഇവിടെ ഒരു പഠിച്ചോന്നില്ല, ഒരു ദൈവമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തെന്നിപ്പോകാനുള്ള കാരണം. അപ്പോൾ തന്നെ നീ പരിപൂർണമായിട്ട് ഇരുട്ടിലായി, കംപ്ലീറ്റ് ആയിട്ട് നീ ഇരുട്ടിലായി. കാരണം നീ പ്രാണശക്തിയുടെ കേന്ദ്രത്തെ പറ്റി ചിന്തിക്കാനും ഉണരാനും ഒരു അവസരം പോലും നിനക്കില്ല. പിന്നെ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? പഠിക്കണം. നാട്ടുകാരോടൊക്കെ പറയുന്നത് കുറച്ച് വായിക്കാത്തോണ്ടാ, കുറച്ച് പഠിക്കാത്തോണ്ടാ, ഇതൊക്കെ ഫുള്ള് കെട്ടുകഥകളാണ്. കുറച്ച് വായിച്ചാൽ അറിയാം, കുറച്ച് വായിച്ചാൽ അറിയാം. മനസ്സിനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഈഗോനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ? ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കി എനിക്ക് പ്രൂവ് ആയിരിക്കുന്നു, അങ്ങനൊരു സാധനമില്ല. നീ നിൻ്റെ മനസ്സിൻ്റെ തലത്തിൽ യുക്തി ബുദ്ധി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് നീ കൺക്ലൂഡ് ചെയ്തിരിക്കുക ദർ ഈസ് നോ ഗോഡ്, ദർ ഈസ് നോ ട്രൂത്ത്, ഇതൊക്കെ വെറുതെ പറയാം. അങ്ങനെയാണ് ഞാൻ എത്ര പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, നീ പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിന്നോടൊപ്പം അവൻ കൂടി നിനക്ക് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ തലത്തിനും മീതെയുള്ള നിന്നിലെ ഊർജ്ജ തലത്തിലേക്ക് നീ കണക്റ്റഡ് ആണോ? അപ്പോൾ എൻ്റെ പരിശ്രമം മുഴുവൻ എന്തിനാകണം? എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ട് എന്നിലെ ഊർജ്ജ കേന്ദ്രത്തിൽ നിന്നും ഒരു പെർമിഷൻ കിട്ടാൻ പാകത്തിന് എനിക്ക് പരിശ്രമിക്കാൻ പറ്റുമോ? അപ്പോൾ വരുന്നില്ല, നമ്മൾ വീണ്ടും പരിശ്രമിക്കും. കാരണം നമ്മൾ എന്ത് മനസ്സിലാക്കും? ഈ ചെയ്തതിൽ എൻ്റെ ഇൻറ്റൻഷൻ എന്തോ കുഴപ്പമുണ്ട്, ഈ ചെയ്തതിൽ എൻ്റെ അലൈൻമെൻറ്റ് എന്തോ കുഴപ്പമുണ്ട്, ഈ ചെയ്തതിലും എൻ്റെ എനർജി ഫ്ലോ കറക്റ്റ് ആവാൻ പാകത്തിനായിട്ടില്ല. അപ്പോൾ വി കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. അങ്ങനെയല്ല ഒരാൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരാൾ അന്വേഷിക്കും. അങ്ങനെ ഒരു സാധനമേ ഇല്ല, എനിക്ക് വട്ടല്ലേ. അതായത് ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ജീവിതകാലം മൊത്തം ഹോമിച്ചുകൊണ്ടിരിക്കുക. ഇല്ലാത്ത സാധനം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാന്നിരിക്കുന്നത്. ഇല്ല എന്ന് പറയുന്നത് ഇരുന്നാൽ പോരെ. ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് അവനിക്ക് ദൈവത്തെ കൊണ്ടെടുക്കണ്ടേ? മനസ്സിലായില്ലേ? അതായത് ഇതൊരു പട്ടിയല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഇത് പട്ടിയല്ല, പട്ടിക്ക് നാവുണ്ട്, ഇതിന് നാവുണ്ടോ? നാവില്ല എന്ന് തുടങ്ങിയിട്ട് ഓരോരോ സാധനങ്ങൾ ഞാനിങ്ങനെ എടുത്തിട്ട് പട്ടിയുടെ ഓരോ ഫീച്ചേഴ്സ് എടുത്തിട്ട് പട്ടിക്ക് ഈ ഫീച്ചർ ഉണ്ടോ, പട്ടിക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, അത് ഇതിനില്ലാലോ. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയത്തെ നമ്മൾ ആക്ച്വലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരെ അനുഭവത്തെ ഈഗോയിൽ നിന്നും പ്രോസസ്സ് ചെയ്തിട്ട് അവരുടെ എനർജി ഡയമെൻഷൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ഒഴുക്ക് അത് കറക്റ്റായി കഴിഞ്ഞാൽ, നമ്മളിലെ എനർജി ഫ്ലോ കറക്റ്റായി കഴിഞ്ഞാൽ, എനർജി ഫ്ലോ കറക്റ്റാണോ? എനർജി ആകുന്നു മണി ആണോ? പണം സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ഊർജമാണ് അല്ലേ? ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? ഊർജമാണ്. അറിവ് എന്ന് പറഞ്ഞതും ഊർജമാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 100 പുസ്തകം പഠിച്ച ആൾ 100 പുസ്തകം വായിച്ചിട്ടുണ്ട്, ഭയങ്കര അറിവുണ്ട് പറയുന്നുണ്ട്, പക്ഷെ നാട്ടുകാർക്കോ അവർക്കോ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ അറിവ് എന്ന് പറയുമ്പം ആ അറിവിൻ്റെ, അവർ വായിച്ച അറിവിൻ്റെ ഊർജത്തിൻ്റെ ഒഴുക്ക് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ കുറേ മൈൻഡിൽ ലെറ്റേഴ്സായിട്ട് കോൺസെപ്റ്റുകളായിട്ട് കയറ്റിക്കുന്നത്, അതല്ല അറിവ്. മനസ്സിലായോ? അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ആരോഗ്യമാകട്ടെ സമ്പത്താകട്ടെ ഇതൊക്കെ ബേസിക്കലി നമ്മൾ എന്താണെന്ന് പറയുക? ഊർജമാണെന്നാണ് പറയുക. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഊർജമായിട്ടാണ് നമ്മളിലേക്ക് തന്നെ അല്ലേ? നിനക്ക് കുറച്ച് ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എന്തായിട്ട് നമുക്ക് അയച്ചു തരുന്നത്? ഊർജമായിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഊർജമായിട്ട് അയക്കല്ല, ഓൾറെഡി നമ്മളുള്ളിൽ നിന്ന് അയച്ചു തരാണ്. മനസ്സിലായോ? അത് മോളിന് ആരോ കത്ത് ഇങ്ങനെ അയക്കും പോലെ അങ്ങനെ അയക്കുന്നുണ്ട്, ഇപ്പം എന്ന് വീഴുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പോയി നിൽക്കല്ല. ആക്ച്വലി നിൻ്റെ ഉള്ളിൽ തന്നെ നിനക്ക് എന്തുമായി തീരാനുള്ള, എന്തുമാക്കിയെടുക്കാനുള്ള, എല്ലാമായി തീരാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന ജീവശക്തി പ്രാണശക്തി നിനക്ക് തന്നു. അത് തന്നെയാണ് നിനക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം.
എനിക്കും നിങ്ങൾക്കൊക്കെയുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദൈവകണത്തിൽ നിന്നുമെന്ന് പറയുമാറ് ഒരു ഊർജ്ജ കണം എൻ്റെ നിങ്ങളുടെ ഉള്ളിലൊക്കെ തന്നിരിക്കുന്നു. അതിന് എന്തുമാകാം. ആ ഊർജ്ജം ഇപ്പം നിങ്ങളുടെ ശരീരമായിട്ട് മാറി, നിങ്ങളുടെ ചിന്തകളായിട്ട് മാറി, നിങ്ങളുടെ കാഴ്ചകളായിട്ട് മാറി. ഇതൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന അതേ ഊർജ്ജത്തിന് തന്നെ എന്തും ആകാൻ പറ്റും? നിൻ്റെ സന്തോഷം, നിൻ്റെ സ്നേഹം, നിൻ്റെ ജ്ഞാനം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത് ഒക്കെ ആയി മാറാൻ വേണ്ടി പറ്റും. പക്ഷെ ചിലയിടങ്ങളിൽ അതാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള പ്രാണശക്തിയെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു കമാൻഡ് വരണം. ബി കുൻ ഫയക്കൂൻ എന്ന് പറയുന്ന പോലെ ബി അതാകട്ടെ, തദാസ്തു എന്ന് പറയും പോലെ അതാകട്ടെ എന്നൊരു കമാൻഡ് ഇൻറ്റേർണൽ കൺഫർമിറ്റി നിന്ന് വരാണ്ട് ആ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഓറിയൻറ്റേഷൻ ഇനിയും കറക്റ്റ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും, അലൈൻമെൻറ്റ് വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ അത് കറക്റ്റാണ് സമയത്ത് യു ഗെറ്റ് ദാറ്റ് എനർജി ഫ്ലോ. നിങ്ങൾക്ക് ആ എനർജി ഫ്ലോ കിട്ടുന്നു. അത് ഏതിലേക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചാനലൈസ് ചെയ്യാമെന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ളത് ഓരോന്നും റെഡിയാക്കാൻ നോക്കുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്ത മെത്തേഡ്, ഓരോ കഷ്ണം. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, എല്ലാത്തിനെയും കറക്റ്റ് ആക്കുന്ന ഒരു പോയിന്റ്. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും പൂർണ്ണമായിട്ടൊരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ഒന്ന് കൊള്ളാകുമ്പോൾ വേറൊന്ന് കൊള്ളാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അത് ജീവിതത്തിലും മനുഷ്യബോധത്തിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാണ്. നമ്മൾ മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ട് മനുഷ്യബോധത്തിൽ അതുപോലെ തന്നെ ജീവിതത്തിലാണ് നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവനിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനല്ല പ്രവർത്തിക്കുന്നത്, ജീവിതമല്ല പ്രവർത്തിക്കുന്നത്. ജീവനിൽ പ്രവർത്തിക്കുമ്പം ജീവിതത്തിൽ ജീവൻ ആക്ട് ചെയ്യുമ്പോൾ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ട്സുകൾക്കും ഫ്ലോ വരാൻ വേണ്ടി തുടങ്ങും. ജീവനിൽ നമ്മൾ വീണ്ടും പ്രവർത്തിക്കുമ്പോൾ മനുഷ്യനല്ല പ്രവർത്തിക്കുന്നത്, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചാനലായിട്ട് ഡിവൈൻ ഗൈഡൻസ് നിങ്ങളിലൂടെ ഫ്ലോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജീവനിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണം, നിങ്ങളുടെ ഈഗോയിലല്ല. അപ്പോൾ ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ദൈവിക സ്മരണയിൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ അങ്ങ് മാറി നിന്നിട്ട് എന്നിലെ പ്രാണനും പ്രാണ ഊർജവും ആ ഊർജത്തിൻ്റെ നാഥനും ഒരുമിച്ചിട്ട് പ്രവർത്തിക്കട്ടെ, ഞാനൊരു ചാനലായിട്ട് നിന്ന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കുണ്ടാവും. അല്ലെങ്കിൽ ഈ ഫ്ലൂട്ട് വായിക്കാൻ അറിയാത്ത ആളുടെ കയ്യിൽ പുല്ലാങ്കോയിൽ കിട്ടിക്കഴിഞ്ഞാൽ 7 തുളയുണ്ട്, ഏതൊക്കെയോ തുളയിൽ കൈവെക്കുമ്പോൾ ട്യൂണ് കറക്റ്റാണ്, ഏതൊക്കെയോ നിൽക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയും, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ചില തുളകളിൽ പോയി തൊടുമ്പോൾ അത് റെഡി ആയിരിക്കും, ചിലത് കറക്റ്റ് ആയിരിക്കില്ല എന്നുപോലെയാണ്. എന്നാൽ പുല്ലാങ്കുഴൽ വായിക്കാൻ അറിയുന്ന ഒരാളുടെ ചുണ്ടിലേക്ക് അതിനെ ചേർത്ത് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ തുളകളിലൂടെയും ബാലൻസ്ഡ് ആയിട്ട് ശുദ്ധമായിട്ടുള്ള സംഗീതം, ആസ്വാദ്യകരമായിട്ടുള്ള സംഗീതം എങ്ങനെ ഒഴുകണ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ഒരു പുല്ലാങ്കുഴലിലേക്ക് നാദം ഊതുന്നത് പോലെ, ശ്വാസം ഊതുന്നത് പോലെ മനുഷ്യനിലേക്ക് ദൈവം എന്തോന്ന് ഊതി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ശ്വസിച്ചുകൊണ്ടിരിക്കണത്, എൻ്റെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കണത് അല്ലേ, ഒരു ശ്വാസം ഊതുക എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൽ ഊർജം കൂടിയുണ്ട്, കാറ്റ് ഊർജമാണ്, ഊർജം കൂടിയുണ്ട്. അപ്പോൾ ആ ഊർജത്തെ കൂടിയാണ് നമ്മളെന്ന പുല്ലാങ്കോഴിലേക്ക് ഇങ്ങനെ ഊതി തെറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ചുണ്ടിൽ തന്നെ ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഈ ജീവിതമാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒഴുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് വരുന്ന സ്രോതസ്സിലേക്ക് തന്നെ വീണ്ടും 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 ചേർത്ത് വെക്കാൻ നോക്കാം. ഭൂമിയിലിരുന്നിട്ട് ഒരു തുള്ളിയാകുന്ന മനുഷ്യനായിട്ട് നമുക്ക് നമ്മുടെ സ്രോതസ്സിലേക്ക് ചേരാനുള്ള ഏറ്റവും നല്ല വഴി ഈ ശരീരത്തിനെയും ഈ മനസ്സിനെയും സ്രോതസ്സാകുന്ന ആത്മാവിലേക്ക്, ആത്മാവിൻ്റെ കേന്ദ്രത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലൂടെ അങ്ങനെ ഒഴുകിക്കോളും അത് എന്നുള്ളതാണ്. ഈ ഡിസ്കണക്ഷനാണ് നമുക്കുള്ളിൽ നമ്മുടെ പ്രാണോർജവുമായിട്ടുള്ള പ്രാണശക്തിയുമായിട്ടുള്ള വിച്ഛേദനമാണ് പൊതുവെ ദൈവത്തിൽ നിന്നും നീ വിച്ഛേദിച്ചെന്ന് പറയാം. മനസ്സിലായോ? പറയല്ലേ, ഞാൻ ദൈവത്തിൽ നിന്നും കുറച്ച് ഡിസ്കണക്റ്റഡ് ആണ്, ആത്മീയ ബോധത്തിൽ നിന്നും കുറച്ച് ഡിസ്കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയൊരു കോയിൽ, വലിയൊരു ടണലിനൊക്കെ യൂസ് ചെയ്തിട്ട് വലിയൊരു പൈപ്പ്, അത്രയും വിശാല, അത്രയും വലുതാണ് ദൈവം എന്ന് നമുക്ക് ജസ്റ്റ് സങ്കല്പിക്കാം. അത്രയും വലിയ കോയിൽ, നമ്മളോ ഒരു ഈർക്കിളി. എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ആ കോയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു എന്ന്. ആ കോയിൽ കൊണ്ടുവെക്കാൻ നമുക്ക് അത് ഫിറ്റ് ആവത്തുള്ള അടുത്ത ചോദ്യം. അപ്പം ഇത്രയും വിശാലമായ പരമമായ ബോധത്തിൽ നിന്നും ഒരു തുള്ളിയായിരിക്കും ഞാൻ പരംബോധത്തിൽ നിന്നും വിച്ഛേദിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മീനിങ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ആക്ടിവിറ്റി, എൻ്റെ ഉള്ളിൽ പരംബോധത്തിൻ്റെ ഒരു കഷ്ണമുണ്ട്, ആ കഷ്ണത്തിൽ നിന്നും ഞാൻ എന്ന ഈർക്കിളി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ പരംബോധമാകുന്ന ആ ആത്മബോധത്തിലേക്ക് ഞാൻ ചേർന്നിരിക്കുക. അതാണ് മൻ അറഫ നഫ്സ അറഫ റബ്ബ. സ്വയത്തെ അറിയാൻ നമുക്കിപ്പോൾ എന്ത് ചെയ്യുള്ളൂ,
പറ്റുള്ളൂ. നമ്മൾ അത്രയും ഇത്തിരി കുഞ്ഞന്മാരായിട്ടിരിക്കുകയാണ്. അപ്പം ഇത്തിരി കുഞ്ഞന്മാരായിട്ടിരിക്കണം നമുക്ക് നമ്മുടെ ആത്മബോധത്തിലേക്ക് ചേർന്നിരിക്കുമ്പോൾ തന്നെ അത് ഒത്തിരിയാവും. അതന്നെ ധാരാളമായിരിക്കും, അതന്നെ ആവശ്യത്തിൽ കൂടുതലായിരിക്കും. അതിൻ്റെ മുകളിൽ ഇനി പരമ്പൊരുളാകുന്നതിലേക്ക് എനിക്ക് ചേരണം എന്ന് പറഞ്ഞാൽ ആകെ ഷോക്കടിച്ച് ഇല്ലാണ്ടായി പോകും നമ്മൾ. അതല്ലേ? അപ്പം ഞാൻ പറയാം, ഞാൻ പ്രകാശമാണ്, സൂര്യനും പ്രകാശമാണ്. അപ്പം ഞാൻ സൂര്യപ്രകാശത്തിൽ നിന്ന് വിച്ഛേദിച്ചിരിക്കുന്നു. എനിക്ക് സൂര്യപ്രകാശത്തിലേക്ക് ചേരണം എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലത്ത് പോയാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ ഉള്ളിലും പ്രകാശമുണ്ട്, ബയോ ഫോട്ടോൺസ് ഉണ്ട്, അല്ലേ? പ്രകാശമുണ്ട്. ഞാനും ചെറുതായിട്ട് പ്രകാശിക്കുന്നുണ്ട്, ഈ കണ്ണുകൊണ്ട് കാണൂല എന്നുള്ളൂ. നമ്മൾ ബയോ ലൂമിനസൻ്റാണ്. അപ്പം ഞാൻ സൂര്യനിൽ നിന്നും, സൂര്യൻ്റെ ഊർജ്ജമല്ലേ എന്നെ എങ്ങനെ ആക്കിയത്? അപ്പോൾ സൂര്യോർജ്ജം എന്നിലും ഉണ്ടല്ലോ, അപ്പോൾ എന്നെ വളർത്തുന്നത് സൂര്യനല്ലേ, അപ്പോൾ ഞാനും സൂര്യനും അപ്പനല്ലേ, നമ്മൾ കണക്റ്റഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കേന്ദ്രത്തിലേക്ക് പോട്ടെ എന്നാണ്. ഇപ്പം തന്നെ പോയാൽ മിക്കവാറും നമ്മൾ കേന്ദ്രത്തിലെത്തും. ക്ലിയർ ആയല്ല? അപ്പോൾ അത് ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക കഴിഞ്ഞാൽ സൂര്യൻ്റെ അംശം നമ്മളിലുണ്ട്. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തസിസിലൂടെ ചെടികളെടുത്ത വെളിച്ചം തന്നെയാണ് നമ്മുടെ ശരീരമൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. അത് നമ്മളുടെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ അകത്തിരുന്നിട്ട് നമ്മളുടെ അകത്തുള്ള സൂര്യൻ്റെ അംശത്തിൽ നിന്ന് നമ്മൾ വിച്ഛേദിക്കുമ്പോൾ ജീവനുള്ള ഭക്ഷ്യത്തിൽ നിന്ന് നമ്മളെടുത്ത് ജീവനാക്കി മാറ്റിയ ഊർജ്ജം, ജീവനിലേക്ക് ചേർന്ന ഊർജ്ജം, ആ ഊർജ്ജത്തും നമ്മൾ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ ചേർന്നിരിക്കുമ്പം നമുക്ക് കൂടുതൽ ഊർജ്ജം എടുക്കാൻ അത് സഹായിക്കും. അത് നമ്മൾ തെന്നി നിൽക്കുമ്പം നമുക്ക് കൂടുതൽ ഊർജ്ജം എടുക്കൽ അവിടെ സാധ്യമാകുന്നില്ല എന്നുള്ള. ഇതുപോലെയാണ് നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദൈവത്തിലേക്കുള്ള പാത, സത്യത്തിലേക്കുള്ള പാത, സത്യമാകുന്ന മരുന്നാകുന്ന ദൈവത്തിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ അതിന് ആത്മീയം എന്ന് നമ്മൾ വിളിക്കുമ്പം അതിന് ദൈവീയം എന്നല്ലാലോ പറഞ്ഞത്. ദൈവത്തിലേക്കുള്ള വഴിക്ക് എന്താ പറഞ്ഞത്? ആത്മീയം, അല്ലേ? ആത്മീയം എന്ന് പറയുന്നത് ആത്മാവിലേക്കുള്ളതാണ്. കാരണം ഈ സ്യൂട്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കണക്ട് ചെയ്യാത്തുണ്ട്. അതിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ കണക്റ്റഡ് ആവും. അപ്പം എപ്പോഴാണോ പ്രാണശക്തിയിൽ നമ്മൾ വിച്ഛേദിക്കണത്, വിഘടിക്കണത്, ഡിസസോസിയേറ്റ് ചെയ്യണത്, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പല 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 അപ്രോച്ച് നമ്മൾ പഠിക്കണ്ടല്ലോ. അസുഖം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് അസുഖം ഇതാണ്, അക്കോർഡിംഗ് ടു ദാറ്റ് അസുഖം ഇതാണ്. എന്നാൽ അതിലേക്ക് ഒരു അപ്രോച്ച് കൂടി, അസുഖം ഈസിക്കൽ ടു നിങ്ങൾക്കുള്ളിലെ പ്രാണശക്തിയിൽ നിന്നുള്ള വിച്ഛേദിക്കില്ല. അങ്ങനെ ഒരു തിയറി കൂടി അതിൻ്റെ സൈഡ് കൊണ്ടുവെക്കണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ എന്തൊക്കെ അപ്രോച്ച് പഠിക്കുന്നത് അല്ലേ? ഓരോരുത്തർക്കും ഓരോ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ യൂണിയൻ സ്കൂൾ ഓഫ് തോട്ട്, അങ്ങനെ തുടങ്ങി പല 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 സ്കൂൾ ഓഫ് തോട്ടാണ്. അപ്പോൾ ഇപ്പുറം പറയുന്നത് അപ്പുറത്തെ എതിർപ്പായിരിക്കും. അപ്പോൾ അത് ആ ടൈപ്പിൽ ആ അപ്രോച്ച് ഇതാണ്, ഈ അപ്രോച്ചിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള തിയറികൾ ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ മറ്റേ തിയറിയെ ഇത് ചിലപ്പോൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എങ്കിൽ കൂടി ഇതിനെ അംഗീകരിക്കാനുള്ള കാരണം ഈ തിയറി പ്രകാരം ഇന്നൊരു കാര്യം മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിൽ എല്ലാ തിയറികളെയും മീറ്റ് ചെയ്യാൻ പറ്റുന്ന അൾട്ടിമേറ്റ് ആയിട്ടൊരു തിയറി എപ്പോഴും ഉണ്ടാവും, ഒരു അബ്സല്യൂട്ട്. അതിലെ ആൽക്കമി എല്ലാം ഇങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുമ്പോൾ ഇതിലൊക്കെ ട്രൂത്ത് ഉണ്ട്, ഇതിനൊക്കെ സംഭവമുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ എന്തോ കഷ്ണമുണ്ട്, ഹോമിയോപ്പതിയിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൂടാന്ന്. അതിന് ഈഗോ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഇത്രയും കാലം തെറ്റെന്ന് പറഞ്ഞ സാധനത്തിന് ഇന്ന് പെട്ടെന്ന് നമ്മൾ അത് തെറ്റൊക്കെ തന്നെ, പക്ഷേ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അതിൽ മുണ്ടിട്ടിരിക്കേണ്ടി വരും, അങ്ങനെ ഇരിക്കേണ്ടി വരും, വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതിലുള്ള എല്ലാത്തിലെയും ശരികളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ശരി കിട്ടും. പക്ഷെ അതിന് ആൾക്കാർ റെഡിയല്ല. അതുകൊണ്ടാണ് സത്യം കണ്ണാടി പോലെയാണ്. സത്യം എന്ന് പറയുന്നത് അല്ലേ, ചിന്നിച്ചിതറ കണ്ണാടി പോലെ ഒരു ഫുൾ കണ്ണാടി ആയിരുന്നു, അത് നിലത്തുനിന്ന് പൊട്ടി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഷ്ണം കിട്ടി. ഈ കഷ്ണത്തിലൊക്കെ നോക്കിയാൽ കഷ്ണം കിട്ടുന്നുണ്ട്. ഇത് ചേരണം, അതിനെ കലക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ചേർക്കുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് അബ്സല്യൂട്ട് ആയിട്ട് കിട്ടുന്നത് എന്തോ അതാണ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ചേർച്ചയിലേക്ക് ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ ബോധത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ഓർക്കും അതിലെന്തുണ്ട്, പങ്കുണ്ട് എന്നല്ല, ട്രൂത്ത് ഇല്ല എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി കളക്റ്റീവായിട്ടാണ് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പ്രാണശക്തി എന്ന് പറയുന്ന ഊർജം എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ തലത്തിലും വ്യത്യസ്ത സാധനങ്ങൾ ഇതിലൊക്കെ വർക്കൗട്ട് ആക്കുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ ഇറ്റ് വർക്ക്സ് മാജിക്കലി. ക്ലിയർ ആവുന്നു? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ദാറ്റ്സ് ഇറ്റ്. അതോട്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയുന്നത്, നിങ്ങളിവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാം പഠിച്ചിട്ട് വരണം, എന്നാൽ കുറച്ചുകൂടി ഈസിയാകും. എനിക്ക് ഏകദേശമൊക്കെ ഒരു ലെവലിലൊക്കെ പഠിച്ച് ഇങ്ങനെ നിങ്ങളെ മേഖലയിൽ നിങ്ങൾ മാക്സിമം ആക്കിയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് നിങ്ങളെ മേഖലയിൽ മാക്സിമം ആക്കിയിട്ട് കിട്ടാത്ത എന്തോന്ന് അത് കിട്ടാം. ചിലരുണ്ട് കോച്ചിങ്ങിന് കുറേ എടുത്തു,
കുറേ കാര്യത്തിൽ സർട്ടിഫൈഡാണ്, എല്ലാ സർട്ടിഫിക്കേഷനും കഴിഞ്ഞ് ഇവിടെ വരും, സർട്ടിഫിക്കറ്റ് ഒക്കെ സെറ്റാണ്, പക്ഷേ എന്തോ ഒരു അപ്രൂവൽ കുറവുണ്ടായിരുന്നു, ആ അപ്രൂവൽ ഇൻറ്റേർണൽ, അത് ഞാൻ അവിടെ നിന്ന് എടുത്തു കൊടുക്കും. അങ്ങനെ ഏജൻസ് വേണമല്ലോ, എല്ലാ സർട്ടിഫിക്കറ്റും ഒക്കെ, പക്ഷെ എന്നിട്ട് അപ്രൂവൽ ഇട്ടില്ല. അപ്പം നമ്മൾ പിടിപാടുള്ള ആരെ വന്നിട്ട് ആ ഒരു സാധനം ഉണ്ട് ഇതിങ്ങനെ റെഡിയാക്കി കിട്ടും എന്ന് പറഞ്ഞാൽ ആ അപ്രൂവൽ കൊടുക്കുക. ആ അപ്രൂവൽ ഇറ്റ് ഈസ് അപ്രൂവൽ ഫ്രം ദ ഇൻറ്റേർണൽ, യുവർ പ്രോജക്റ്റ് ഈസ് നോട്ട് അലൈൻഡ് വിത്ത് യുവർ സോൾ. അതാണ് നമ്മൾ ആക്ച്വലി നാളെ രാത്രി, നാളെ തന്നെ അല്ലേ മറ്റേ പരിപാടി സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ, നാളെ ആണോ? നാളെ നൈറ്റ് നമ്മൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രോഗ്രാം തന്നെ ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഓൺട്രപ്രണേഴ്സ്, പ്രൊഫഷണൽസ്, ലീഡേഴ്സ് അവർക്ക് മാത്രം. ഞാൻ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്തവർ വന്നിരിക്കരുത്, ആവശ്യമുള്ള ക്ലാസ്സിൽ മാത്രം കയറിയിരിക്കുക. ക്ലിയർ ആയല്ലേ? അപ്പോൾ അതെന്തിനാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പം നമ്മൾ ഇതേപോലെ തന്നെ ലീഡർഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സ്റ്റുഡൻസാണ്, ഒരു വിഷനുള്ള സ്റ്റുഡൻറ്റ്, എല്ലാ സ്റ്റുഡൻസും അല്ല. വിഷനുള്ള സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ A+ ഇട്ടാളെ സ്റ്റുഡൻറ്റ് ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയുള്ളതല്ല. വിഷൻ, നിങ്ങളുടെ A+ കൊണ്ട് നിങ്ങളുടെ എനിക്ക് MBBS ചെയ്യണോ, ഇങ്ങോട്ട് വരണ്ട. MBBS കൊണ്ട് എന്താ നിങ്ങളുടെ വിഷൻ, അതുണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഫോർ യു. കാരണം ഇത് അൾട്ടിമേറ്റ് അബ്സല്യൂട്ടിലാണ്, അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിൽ വർക്ക് ചെയ്യാനുള്ള സാധനം. അപ്പോൾ ആ ലെവലിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഈസി ഫോർ മീ ടു വർക്ക്, ബിക്കോസ് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ മീതുള്ളൊരു കണക്ഷൻ ഉണ്ട്, അത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് മാജിക്കലി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്നോട് ചില ബിസിനസ്സുകാർ പേഴ്സണലി ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഓൾറെഡി ഭയങ്കര പൊട്ടൻഷ്യലുള്ള ബിസിനസ്സുകാരാണ്, ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നല്ല തിരക്കുള്ള ആൾക്കാരാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരും ചില സമയത്ത് ഫ്രീ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത്, ഫ്രണ്ട്സുകൾ പാർട്ട്നേഴ്സൊക്കെ പോകുന്ന സമയത്ത് കാറിൽ ഇത്രയും തിരക്കുള്ള മനുഷ്യന്മാർ GT പ്ലേ ചെയ്യുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കണത്, ചില ആൾക്കാർക്കൊക്കെ GT എന്ന് പറയുമ്പോൾ ഓരോ ഡയമെൻഷനാണല്ലോ. ഞാൻ കൗതുകത്തോട് എന്താ അവർ ഉദ്ദേശിച്ചത്, അപ്പോൾ നമ്മൾ ഇത്രയും കാലത്തെ ബിസിനസ് എക്സ്പീരിയൻസിൻ്റെ എന്തോ ഒരു മിസ്സിങ് എലമെൻറ്റ്, ഒരു ക്ലാരിറ്റിയും GT കേൾക്കുമ്പോൾ കിട്ടുന്നു. അപ്പോൾ അവർ ഏത് GTയാണ് കേൾക്കുന്നത്? അപ്പോൾ ഒരു ലൈറ്റിനുണ്ട്, ഒരു ലെവലുണ്ട്, ആ ലെവലിൽ എത്തിയിട്ട് നമുക്ക് ആ സീലിങ്ങിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു, നിങ്ങൾ 4Dയിൽ നിന്നും മൈൻഡ്, ബോഡി, നിങ്ങളുടെ സോൾ ഓർ പ്രാണ എന്ന് പറയുന്ന തലത്തിലേക്ക് അതിനെ അലൈൻ ചെയ്യാൻ സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഒരു ഭാഗത്ത് ഓക്കെ ആയിരിക്കും, വേറൊരു ഭാഗത്ത് മിസറബിൾ ആയിരിക്കും. അതാണ് ഇവിടുത്തെ കോർ സാധനം, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച്, ആ അപ്രോച്ചാണ് ദ കോൺഷ്യസ്നെസ് ഓഫ് ഹീലർ. ഡിവിനിറ്റിയിൽ വരുമ്പം, ഓൾമൈറ്റിയിൽ വരുമ്പം, ഇസ്മിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓരോ നാമത്തിനും ഓരോ പവർ എന്ന് പറയുമ്പോൾ, ശമനം എന്ന് പറയുന്ന നാമത്തിലൂടെ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ തമ്പുരാൻ എങ്ങനെ ഈ ലോകത്ത് പ്രവർത്തിക്കണം, എങ്ങനെ പ്രാവർത്തികമാകണം, എങ്ങനെ അനുഭവമാകണം എന്നതിനുള്ള ക്ലാരിറ്റി വരാം. ഹീലർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ ഹീലർ ഓൾവേസ് വർക്ക്സ് ഓൺ ദ എനർജി റെലം. അപ്പോൾ വെറുതെ നമുക്ക് എല്ലാവർക്കും മുന്നിൽ ഹീലർ എന്ന് പേരിടാം, അതൊക്കെ ഓക്കെയാണ്, അപ്പോൾ ഭംഗിക്ക് എല്ലായിടത്തിടാം. ബട്ട് ഹൂ ഇസ് ആൻ ആക്ച്വൽ ഹീലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിയോണ്ട് ദ മൈൻഡ്, ബിയോണ്ട് ദ മെഡിസിൻ, ദേ നോ ഹൗ ടു വർക്ക് ഓൺ ദ എനർജി റെലം. അവർക്ക് എനർജിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ എനർജിയിൽ തൊടുമ്പോൾ, എനർജിയുടെ ചാറ്റിനെയും കറക്റ്റാക്കി കൊടുക്കുമ്പോൾ സംതിങ് ഹാപ്പൻസ്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പല്ലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ എനർജി ഉണ്ടോ? ഉറപ്പല്ലേ? എല്ലാവർക്കും ഉള്ളിൽ എനർജി ഉണ്ട്. നിങ്ങൾക്കൊരു എനർജിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എനർജി ഉണ്ടോ? അല്ലേ? നിങ്ങൾ ചടഞ്ഞിരിക്കുമ്പോഴും ചടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും അതേ എനർജിയെ തന്നെയാണോ? അപ്പോൾ എനർജി ഈസ് ട്രൂത്ത്, റൈറ്റ്? ഇനി നമുക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്നത് ആരെയാണ്? മാറാത്ത ആൾക്കാരല്ലേ. ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ തോന്നും. ഈ മരുന്ന് ഇന്ന് ഓക്കെയാ നാളെ ഓക്കെ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഹാർട്ടിനൊക്കെ ഓക്കെയാണ്, മറ്റന്നാൾ ലിവർ അടിച്ചു പോകുന്നൊന്നും പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ പഠിച്ചുകൊണ്ട് അക്കല എന്ന് പറഞ്ഞ പോലെ മാറിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതേ സമയത്ത് മാറാതെ തന്നെ ഒന്നിൽ നിന്നിട്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് ഇവോൾവ് ചെയ്യണതുണ്ട്. ചേഞ്ച് ചെയ്യണതും ഇവോൾവ് ചെയ്യണതും രണ്ടാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ GT എടുത്താൽ GTക്ക് കുറേ മാറ്റങ്ങളുണ്ട്. അപ്പം നമ്മൾ GTക്ക് വരാൻ പാടില്ല, നിങ്ങൾ മാറല്ലേ? അങ്ങനെയല്ല, GT മാറല്ല, GT എന്ത് ചെയ്യാണ്? ഇവോൾവ് ചെയ്യാണ്. അന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളും ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അബ്സല്യൂട്ടിനെ പറ്റിയിട്ട് തന്നെ, അതിലൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. എനിക്ക് പുതിയൊരു ബോധം ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ തെറ്റാണ്, ഇനി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നതല്ല. ആ ബോധത്തെ തന്നെ വീണ്ടും 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 നമ്മൾ ഇവോൾവ് ചെയ്ത് അതിൻ്റെ വേറെ വേറെ ഡയമെൻഷൻസ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എത്ര എളുപ്പമാണെന്ന് ആലോചിക്കുക. ഒന്നിൽ മുറുകെ പിടിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ, ഒന്നിൽ മുറുകെ പിടിച്ചിട്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്താതെ, അതിൽ വ്യതിചലനം ഉണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ.
ഓൾവേസ് യു ഹാവ് ടു ഫോളോ എവല്യൂഷനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, വിശ്വാസയോഗ്യമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മാറാത്തതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ മാറാത്തതിനെയാണ് നമ്മൾ സത്യം എന്ന് പറയുക, അങ്ങനെയല്ലേ? മാറുന്ന സത്യത്തെ നമ്മൾ സത്യം എന്നല്ല പറയുക. മലയാളത്തിൽ സത്യം എന്നുള്ള വാക്കുള്ളൂ, അത് അതിൻ്റെ ദാരിദ്ര്യം. മാറുന്ന സത്യത്തെ നമ്മൾ റിയാലിറ്റി എന്നാണ് പറയുക. മാറാത്ത സത്യത്തെ നമ്മൾ ട്രൂത്ത് എന്നാണ് പറയുക. ഹക്കാനിയ കോൺഷ്യസ്നസ് എന്ന് പറയും. അപ്പം ഹക്കിലേക്ക് നയിക്കുന്ന ഷാഫി ഏതാണോ, ഹക്കിലേക്ക് ട്രൂത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഹീലിംഗ് ഏതാണോ, മാറാത്ത എല്ലാ കാലഘട്ടത്തിലും അത് തന്നെ വരുന്നത് എന്ന രീതിയിലുള്ളത് ഏതാണോ അതാണ് ട്രൂത്ത്. അതാണ് ദ അൾട്ടിമേറ്റ് ഹീലിംഗ് കോർ എന്ന് പറയുന്നത്. അപ്പം മാറുന്നത് സത്യമല്ലെങ്കിൽ, മാറാത്തതാണ് സത്യമെങ്കിൽ ഞാൻ ചോദിക്കുന്നു, മാറാത്തതായിട്ട് ഇവിടെ എന്താ ഉള്ളത്? നശിക്കാത്തത് അല്ലേ? നശിക്കാത്തതായിട്ട് എന്താ ഉള്ളത്? അതിനാ സയൻസ് പഠിക്കേണ്ടത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി destroyed. It can only be transformed from one form to another. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരാളെ സംസാരം ചിലപ്പം മാറിയേക്കാം, പക്ഷെ മാറാത്തതായിട്ട് എന്തേ നമുക്ക് പിക്കാൻ പറ്റുള്ളൂ? എനർജിയെ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, പിക്കാൻ വേണ്ടി പറ്റില്ല. സോ എനർജി ഈസ് ദ ട്രൂത്ത്. അപ്പോൾ ട്രൂത്തിൽ തന്നുകൊണ്ട് എനിക്ക് ഹീൽ ചെയ്യണം, എനിക്ക് ട്രൂ ആയിട്ടുള്ള ഹീലിംഗ് വേണം എന്നൊരാൾ തീരുമാനിച്ചാൽ ഞാൻ പറയും അവർ എനർജി ഡയമെൻഷനിലൂടെയുള്ള ഹീലിങ്ങിനെ പറ്റിയിട്ട് കൂടി എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതിൽ നിന്നുകൊണ്ട്, അതാണ് പിടിക്കുക. ആ എനർജി എന്നുള്ള അവെയർനെസ്സിൽ നിന്നുകൊണ്ട് മാറുന്ന വല്ലതുണ്ട് അതിൻ്റെ കൂടെ പൊയ്ക്കോ. ഇത് ചെയ്താൽ മാറും, അതാക്കിയാൽ മാറും, ഇതിങ്ങനെ ആക്കിയാൽ മാറും, ഒക്കെ ഓക്കെയാണ്. പക്ഷെ മാറുന്ന, മാറ്റം തരുന്ന എന്തിലേക്കെങ്കിലും നിങ്ങൾ പിടിക്കണമെന്ന് മാറാത്ത ഒന്നിൽ നിങ്ങൾ അടിയുറച്ച് നിലനിന്നിട്ടുണ്ടാകുന്നതാണ്. ഫോർ ദാറ്റ് വി നീഡ് ടു അവേക്കൺ ദ കോൺഷ്യസ്നെസ് ഓഫ് എനർജി. ഓക്കെ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ എവിടെയാ നമ്മൾ ഈ എനർജി എന്ന് പറയുന്ന, പ്രാണ എന്ന് പറയുന്ന ഡയമെൻഷനെ പറ്റി പഠിക്കുന്നത്? അല്ല, അങ്ങനല്ല, GC വിട്, ഞാൻ ജനറലി ചോദിച്ചാണ്. എവിടെയാണ് നമ്മൾ പഠിക്കണത്? നമ്മളെ സ്കൂളിൽ നമ്മൾ ഫിസിക്സ് ഊർജ്ജതന്ത്രം പഠിക്കും. ഊർജ്ജതന്ത്രം മുഴുവൻ പഠിച്ചിട്ട്, ഇനി പകുതി പഠിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചിട്ട് ഊർജ്ജത്തിൻ്റെ എന്തെങ്കിലും ഒരു തന്ത്രം നമുക്ക് കിട്ടിയോ? അല്ലേ? നമ്മൾ അപ്പം ഊർജം അല്ലെങ്കിൽ ഊർജ്ജതന്ത്രം അല്ലെങ്കിൽ രസതന്ത്രം, ഇതിൻ്റെ ഒക്കെ തന്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള എനർജി എന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ കണക്റ്റഡ് ആവുന്നു, എങ്ങനെ എലവേറ്റഡ് ആവുന്നു, അത് എങ്ങനെ നമ്മളെ ട്രൂത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് കിട്ടാതെ ഈ എനർജിയെയും ഈ ഊർജ്ജതന്ത്രത്തെയും, ഫിസിക്സ് അല്ലെങ്കിൽ ഈ കെമിസ്ട്രിയെയും ഈ ബയോളജിയൊക്കെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ വാലിഡേറ്റ് ചെയ്യാനും അതിൻ്റെ പ്രൂഫ് കാണിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നിടത്താണ് നമുക്ക് അബദ്ധം പറ്റിയത്. തെളിവുകൾ, ഇന്നതിനുള്ള തെളിവ് ഇതാണ്, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ട്രൂത്തിനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ട്രൂത്തിനെ പ്രൂവ് ചെയ്യേണ്ടതല്ല. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അപ്രൂവ് ചെയ്യുന്നതെന്തോ അതാണ് ട്രൂത്ത്. ഓൾമൈറ്റി അപ്രൂവ്സ് യു ദ ഹീലിംഗ്. ഓൾമൈറ്റി അപ്രൂവ്സ് യു, ദ ട്രൂത്ത് വിൽ അപ്രൂവ്സ് യു ദ നോളജ്, ദ വിസ്ഡം, ദാറ്റ് ഈസ് ബി. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കുൻ എന്ന റെലമിൽ അപ്രൂവൽ കൊടുക്കേണ്ടതാണ്. ട്രൂത്തിനെ ഒരിക്കലും എന്ത് ചെയ്യാനുള്ളതല്ല, പ്രൂവ് ചെയ്യാനുള്ളതല്ല. കാരണം ട്രൂത്തിനെ ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൂത്ത് ഇറ്റ് സെൽഫ് ഇസ് ദ പ്രൂഫ്. അപ്പം ആ ബോധം, ഇപ്പം നമ്മളിരിക്കുന്ന ബോധം എന്ന് പറഞ്ഞാൽ ട്രൂത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയും. ട്രൂത്ത് എന്താണ് എന്ന ബോധത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തൊക്കെ വളഞ്ഞൊടിഞ്ഞ് തിരിഞ്ഞ സാധനമായിട്ട് തോന്നിയെങ്കിൽ കൂടി ഈ ബോധത്തിലിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൈൻഡിലെ ഏത് സ്റ്റേറ്റാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ദ സ്റ്റേറ്റ് ഓഫ് ട്രൂത്ത്. ഇറ്റ് ക്യാൻ ഹീൽ യു. ഞാൻ സീക്കേഴ്സ് പ്രോഗ്രാം കുറേ ആയപ്പോൾ അപ്പോൾ ഞാൻ സീക്കേഴ്സ് ജേണി തുടങ്ങുമ്പോൾ പറയുന്നു, നമ്മളെ സീക്കേഴ്സ് മെൻറ്ററിങ് ഉള്ളവരോടൊക്കെ ഇതെങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് സീക്കേഴ്സ് പ്രോഗ്രാമിൽ വരുന്നതോടുകൂടി ഗൈഡ്, ഇതൊക്കെയാണ് എൻ്റെ ഗോൾ. അങ്ങനെ ഗോളും വെക്കാൻ പാടില്ല. കാരണം ഫോർ മീ ഇതൊരു അന്വേഷണ യാത്രയാണ്. അപ്പോൾ നമ്മൾ യാത്ര ഏകദേശം ജാനുവരി തുടങ്ങി ഏകദേശം ഒരു 6 മാസത്തേക്ക് എത്തുമ്പോഴേക്ക് ആ പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ സീക്കിങ്ങിൻ്റെ ആ സിറ്റിങ്ങിന് വന്ന് സീക്കിങ്ങിലൂടെ എന്താണ് ഇവോൾവ് ചെയ്ത് നമുക്ക് കിട്ടിയത് ചോദിച്ചാൽ ഞാൻ പറയും ദ ട്രൂത്ത് കോൺഷ്യസ്നെസ് ബേസ് ചെയ്തിട്ടുള്ള ഹീലിംഗ്. ട്രൂത്ത് എന്നുള്ള കാര്യത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ദൈവത്തിൻ്റെ ഓരോ നാമത്തിനും ശമനമുണ്ടെന്ന് പറയുന്നില്ലേ. അപ്പം അതുപോലെ
ട്രൂത്ത് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ ബോധത്തിൽ നമ്മളിരിക്കുമ്പം ട്രൂത്തിൻ്റെ ബോധത്തിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ ട്രൂ ആയിട്ടുള്ള നമ്മളിൽ എനർജി നമ്മളോടൊപ്പം വരും. ട്രൂത്തിൻ്റെ ബോധത്തിലല്ല നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കുള്ളിലുള്ള പ്രാണശക്തി അതിലേക്ക് ഒഴുകൂല. അപ്പോൾ എന്താണ് എനിക്ക് സീക്കേഴ്സ് മെൻറ്ററിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത് കിട്ടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂത്ത് എന്ന് പറയുന്ന ഹക്കാനിയ എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്സിൽ എങ്ങനെയാണ് ഹക്ക് ട്രൂത്ത് എന്ന് പറഞ്ഞ ആ നാമം ഉണ്ടല്ലോ അതെങ്ങനെയാണ് മനുഷ്യനെ എനർജറ്റിക്കലി ഇവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഹീൽ ചെയ്യിപ്പിക്കണമെന്നുള്ള സീക്രട്ട് കിട്ടി. സോ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. നമ്മുടെ ലാസ്റ്റ് സീക്കർ സെഷനിൽ ഞാൻ ഭയങ്കര ജോയസ് സ്റ്റേറ്റിലായിരുന്നു. കാരണം എനിക്ക് യുറേക്ക മൊമെൻ്റ് ആയിരുന്നു. ഞാൻ അവരോടൊക്കെ താങ്ക് യു പറയും. കാരണം ഈ ബാച്ച് തുടങ്ങുമ്പോഴേ ഞാൻ പറയുന്നത് ഇതൊരു റിസർച്ചാണ്, ഇതൊരു പൈലറ്റ് ബാച്ചാണ്. എങ്ങനെയാണ് ഓപ്പൺ മൈൻഡോട് കൂടി നമ്മളൊരു കാര്യത്തിന് ട്രൂ ഇൻറ്റൻഷനോട് കൂടി ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരു ഗൈഡൻസോട് കൂടി പോകുമ്പം എല്ലാവരുടെ മൈൻഡ് കൂടി കണക്ട് ചെയ്ത് തന്നെ എന്തോ ഒരു സാധനം അവിടെ സംഭവിക്കും. ദാറ്റ് ഈസ് റിയലി മാജിക്കൽ. അതിനാണ് നമ്മൾ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ബാച്ച് സീക്കേഴ്സ് ഇതേപോലെ തന്നെ ഐ ഡോണ്ട് നോ എന്താണ് അടുത്തത്, ഏത് കോൺഷ്യസ്നെസ് ആണ്, വി ഡോണ്ട് നോ, ബട്ട് വി ആർ ക്യൂരിയസ്ലി വെയിറ്റിംഗ് വാട്ട്സ് അത് എന്ത് സംഭവമാക്കി റിലേറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രോഗ്രാമിലും ട്രെയിനിങ്ങിലും ഹീലിങ്ങിലൊക്കെ ആ ഇവോൾവ് ചെയ്ത ട്രൂത്ത് കോൺഷ്യസ്നെസ് ബേസ് ചെയ്തിട്ട് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ കൂടി ഇമ്പാക്റ്റാണ് നമ്മുടെ GTയിൽ ആളുകൾക്ക് ടൂള് വരെ ചെയ്യാതെ ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ട്രൂത്ത് കോൺഷ്യസ്നെസ്സിന് കൂടി നമ്മൾ വയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ട്രൂ ആയിട്ടിരിക്കണം. ട്രൂ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഹീലർ കോൺഷ്യസ്നെസ്. ദാറ്റ് മീൻസ് വിവേചനങ്ങളില്ലാണ്ട് അപ്പുറത്തുള്ളവർ നോക്കി ഇവരെ ഇങ്ങനത്തെ ആളാണോ അതൊന്നും നോക്കാതെ വിവേചനങ്ങളില്ലാണ്ട് വിഭാഗീയത ഇല്ലാണ്ട് റഹ്മാനിയ എന്ന് പറയുന്ന എല്ലാത്തിലും ശമനം വെച്ച, എല്ലാവർക്കും വായു കൊടുത്ത് വായു ശമനമാണ്, എല്ലാവർക്കും വെളിച്ചം കൊടുത്ത് എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ട് എങ്ങനെയാണോ സർവേശ്വരൻ പരിപാലിക്കുന്നത് ആ പരിപാലകൻ്റെ ബോധത്തിലേക്ക് സമർപ്പിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളും ട്രൂത്തിലാണ്. അല്ലാണ്ട് ഒരാൾ എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ ഇങ്ങനത്തെ ആളല്ലേ എന്ന് അടുത്തിരിക്കുന്ന ഒരാൾ ചിന്തിച്ചാൽ ആയിരിക്കാം ആവാതിരിക്കട്ടെ, പക്ഷെ അവിടുന്ന് ഹീൽ ചെയ്ത് പോകും. ഇത് വാങ്ങിക്കാനായിരിക്കും വേണോ, അപ്പോൾ അടുത്ത ആൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഇവരിങ്ങനെയൊക്കെ ആണല്ലേ ചിന്തിക്കണേ, അപ്പോൾ ഇത് കൊടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ നമ്മൾ ആ കർമ്മം എന്ത് ചെയ്തോളും, സ്വീകരിച്ചോളും. അതേ സമയത്ത് ഒരാൾ അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പം നമ്മൾ അൾട്ടിമേറ്റ് ട്രൂത്തിൽ ഇരുന്നിട്ട് ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു ഡിവൈൻ ബ്രില്യൻസ് ഉണ്ട്, അതിലേക്ക് സമർപ്പിച്ചിരിക്കുമ്പം ആ ഹീൽ ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ലെയർ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതും അതോടുകൂടി എന്ത് ചെയ്യും, ഹീൽ ചെയ്തു പോകും. 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ അടുത്ത ആളുടെ പണി കൂടി കൊണ്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ അടുത്ത ആളിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പണി കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് അവരെ ചെലവിൽ ഗോൾ അടിക്കാം. ഇറ്റ്സ് റിയലി അമേസിങ്. നമ്മൾ പലരിലും അത് കാണുന്നതാണല്ലോ. സോ അതായിരിക്കും എപ്പോഴും നമ്മളുടെ ഒരു അവയർനെസ്, എപ്പോഴും നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ. സോ ഹീലർ കോൺഷ്യസ്നെസ് ആണ്. ദർ ഇസ് എ ഹീലർ വിത്തിൻ ഓൾ ഓഫ് us. നമ്മുടെ എല്ലാവരുടെ എന്തുണ്ട്, ഹീലർ ഉണ്ട്. എന്തിനാണ് ദൈവം തമ്പുരാൻ കുറേ പേരുകൾ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓരോ പേരുകളുടെയും അനുഭവം നമ്മളുടെ അകത്തുനിന്ന് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് അസുഖം തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലറാകുന്ന തമ്പുരാൻ്റെ ഹീലർ എന്ന് പറയുന്ന ക്വാളിറ്റി നമുക്കുള്ളിൽ എവിടെ ഉണ്ട് എന്ന് നമുക്ക് അനുഭവിക്കാനാണ്. നമ്മൾ വഴികേടിലാകുന്നതോ നമ്മൾ ഇരുട്ടിലാകുന്നതോ എന്തിനാണ്? ഇരുട്ടിൽ നിന്നും നേർവഴിയിലേക്ക് നടത്താൻ ഒരാളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനാണ്. ആ വഴി നടത്തൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണരാന്നുള്ളത് കൂടി അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് ആട്രിബ്യൂട്ട്സ് ഓർ നെയിംസ് ഓർ ക്വാളിറ്റീസ് ഓഫ് ദ ഡിവൈൻ ഓർ ദ ഓൾമൈറ്റി ആക്ച്വലി നമ്മളിൽ തന്നെ ആ പ്രാണശക്തിയെ അനുഭവിക്കാനുള്ള, പ്രാണശക്തിക്ക് പല പല വർണ്ണങ്ങളായിട്ട് പ്രകടമാകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഒറ്റ സൂര്യന് 7 വർണ്ണങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല, ചില സമയത്ത് നമുക്ക് ഒറ്റ സൂര്യനാണ്. അപ്പോൾ അതിൽ തന്നെ ഇതൊക്കെ ഉണ്ടെന്ന് കാണിക്കുമാറും നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ ജെനുവിൻ ആണെങ്കിൽ, ഒരാൾ സിൻസിയർ ആണെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരാൾ 100% കൺവിൻസ്ഡ് ആണെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം സംഭവിക്കും. ഇഫ് യു ആർ കൺവിൻസ്ഡ്. ബിക്കോസ് നിങ്ങളുടെ അവെയർനെസ് എന്താണ്, കറക്റ്റാണ്. എനർജിക്ക് വർക്ക് ചെയ്യാനുള്ള അവെയർനെസ്സിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതൊരു ഹീലർക്കും ഏതൊരു ഗൈഡിനും ആകെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പാകപ്പെട്ട സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുക. GT അതാ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ എത്ര സാധനത്തും തെന്നിപ്പോയാലും ബാലൻസ് തെറ്റിയാലും അല്ലേ, അലൈനിങ് പോയിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആയിട്ടൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിൽ അവിടെ കൊണ്ടുവെക്കാം.
ആ കോൺഷ്യസ്നെസ്സിൽ നിന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം, നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ നോക്കുമ്പം അത് നമ്മളെ വിഴുങ്ങൂല. കാരണം നമുക്ക് അതിനെ സ്വാധീനിക്കാനുള്ള ട്രൂത്ത് കോൺഷ്യസ്നെസ്സിൽ, ഹീലർ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ജി ടിയിൽ ട്രൂത്ത് കോൺഷ്യസ്നെസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ഹീലർ കോൺഷ്യസ്നെസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, റഹ്മാനിയ അല്ലേ, ദ അൾട്ടിമേറ്റ് മേഴ്സിഫുൾ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, വദൂദ് കോൺഷ്യസ്നെസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ഇതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, ദൈവത്തിനല്ലാതെ അല്ലേ, ദൈവിക ഊർജത്തിനല്ലാതെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിനും കടാക്ഷത്തിനും അല്ലാതെ ഒന്നും നമ്മളിൽ മാറ്റാൻ പറ്റൂല. അങ്ങനെ മാറ്റാൻ ആ കടാക്ഷത്തിൻ്റെ ബോധത്തിലായിട്ട് ഇരിക്കാൻ പറ്റിയ അവസ്ഥയിൽ നമ്മൾ ഇരിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ എടുത്തു മാറ്റണം, അതേ ഡിമാൻഡ് ചെയ്യണുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തോ മാറ്റി കൊടുക്കണം. അത് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ GT ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ആരോ ചോദിച്ചിരുന്നു കുറച്ച് മുന്നേ എന്നോട്, ഞാൻ കുഴങ്ങിയൊരു ചോദ്യമാണ്, GT എങ്ങനെയാ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന്. കാരണം ഞാൻ എല്ലാ ദിവസവും GT എങ്ങനെയാന്ന് പറയുന്നുണ്ട്. GT ഇതുകൂടിയാണ്, GT കഴിഞ്ഞ ആഴ്ച GT ഇതുകൂടിയാണ്. അത് ഞാൻ ഹെൻസ് പ്രൂവ് ചെയ്തിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് തിയറി പറയല്ല. See, you got that consciousness, so hence GT can help you with this too എന്ന രീതിയിലേക്ക് ഓരോന്നിനെത്തുമ്പോഴും GT എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അത് GTയുടെ ഇമ്പാക്റ്റ് അല്ല, GT ഫോക്കസ് ചെയ്യുന്നത് എന്തോ അതിൻ്റെ ഇമ്പാക്റ്റാണ്. GT ഒരിക്കലും സ്പെസിഫിക്കലി ഒരു ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഒരു ഹോംലി പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഒരു സ്റ്റുഡൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതെല്ലാം ഫോക്കസ് ചെയ്യണം. GTയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിനെയും സോൾവ് ചെയ്യണ എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലുള്ള ഫോക്കസ് മാറും അല്ലേ, സൊല്യൂഷൻ പ്രൊവൈഡറിലേക്ക് നമ്മുടെ ഫോക്കസ് പോകും. എല്ലാത്തിനും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എന്താണ് എല്ലാത്തിനും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളത്, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നവും സോൾവ് ആവില്ല, എല്ലാ പ്രശ്നവും സോൾവ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ പ്രശ്നത്തെ തന്നെ നോക്കിയിരിക്കണം നമ്മൾ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരുന്ന ഒരാളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്രോതസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഏതൊക്കെയോ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നത്തിനപ്പുറത്തേക്ക് ഏതൊക്കെയോ പ്രശ്നങ്ങൾ കോംബോ ആയിട്ട് ക്ലിയർ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ പറയും, ഈ ലെവലിൽ, ഈ അവെയർനെസ്സിൽ എൻ്റെ ഈ സെറ്റ് ഓഫ് ഇഷ്യൂസ് ക്ലിയറായി, ഐ ഇവോൾവ്ഡ് നോട്ട് ചേഞ്ച്ഡ്. ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അസുഖം വന്നു, അത് മാറി, അത് ചേഞ്ച്ഡാണ്. എന്നാൽ ഈ വിഷയം വന്നു, ഞാൻ GTയിൽ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്തു, അതിൽ ഫോക്കസ് ചെയ്ത സമയത്ത് ഈ വിഷയം പോലെ തന്നെ അതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത വേറെ ഏതൊക്കെയോ കാര്യങ്ങൾ കൂടി ഒരുമിച്ച് പോയി, അപ്പോൾ ഐ ഇവോൾവ്ഡ്. അങ്ങനെയാണ് ഇതിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അറ്റ് ദ കൺക്ലൂഷൻ, സമയമായി നിർത്താണ്. കൺക്ലൂഷനിൽ എനിക്കൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ചോദ്യം ഇത്രേ ഉള്ളൂ, ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത് മിസ്സാക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വെറുതെ ഈ തൊള്ളപടായിട്ട് പോവല്ലോ. വി ഹാവ് റിസൾട്ട്സ്. എത്രേ മൊയിലുകളാ ചാവണേന്നറിയും. ഞാനിങ്ങനെ വണ്ടടിക്കും. കാരണം വണ്ടടിക്കണം. കാരണം ഞാൻ എനിക്കറിയുന്ന സാധനം വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം കൂടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ റിസൾട്ട് തന്നെ, അങ്ങനെ ആയോ, ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ ഇതെങ്ങനെ. അപ്പോൾ ഐ വിൽ ബി സീക്കിങ് ലൈക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അപ്പോൾ നമ്മളതിൽ റിവേഴ്സ് എൻജിനീയർ ചെയ്യും. ചില കാര്യങ്ങളെ നമ്മൾ അന്വേഷിച്ച് പോയിട്ട് പ്രൂവ് ചെയ്യല്ലേ ചെയ്യുക. ചില കാര്യങ്ങൾ അപ്രൂവലോടുകൂടി നമ്മുടെ ലൈഫിൽ പ്രകടമാകുമ്പോൾ നമ്മൾ റിവേഴ്സ് എൻജിനീയർ ചെയ്യും, ഇതെന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അവിടെ ആ ട്രൂത്ത് ഉണ്ടാവാം. സാധാരണ സയൻസിൽ നമ്മൾ പറയാം, ഒരു സാധനത്തെ അന്വേഷിച്ച് പോയിട്ട് അത് പ്രൂവ് ചെയ്തിട്ട് യെസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ അഹങ്കാരം ഉണ്ടാവും. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, അതെങ്ങനെ നമുക്കറിയില്ല, അതങ്ങ് വന്നു, പിന്നെ മനുഷ്യന്മാരതിന് പ്രൂഫ് ഉണ്ടാക്കാണ്. മനസ്സിലായില്ലേ, മനുഷ്യന്മാർ പ്രൂഫ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് സേക്രഡ് ആൻഡ് ഹോളി വാട്ടർ, സംസം എന്നൊക്കെ പറയാറുണ്ട്. അതങ്ങ് വന്നതാ, അല്ലാണ്ട് സയൻറ്റിഫിക്കലി അന്വേഷിച്ചിട്ട് ആളുകൾക്ക് അസുഖത്തിനൊക്കെ പറ്റിയ ഒരു സാധനത്തിനായിട്ട് ഒരു വെള്ളം ഉണ്ടായി വരണം, അത് ഇത്ര പ്യൂരിറ്റിയിലായിരിക്കണം, ഇത്ര ഇതിലായിരിക്കണം, അതിൻ്റെ എന്നൊക്കെ ആൾക്കാർ കണ്ടെത്തല്ല റിസർച്ച് ചെയ്തിട്ട്. ഓൾറെഡി അത് വന്ന് കഴിഞ്ഞിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, ഒരു മാജിക് പോലെ അനുഭവിക്കുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴേ അത് സയൻറ്റിഫിക് എന്നതിൻ്റെ മുകളിൽ ഡിവൈൻ ആവുന്നു. സോ ദാറ്റ് മാജിക്സ് ഹാപ്പൻസ്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരെ അത്ഭുതപ്പെടുത്തുമാറ് അത്തരത്തിലുള്ള ചില വെളിപാടുകൾ, ചില എൻട്രികൾ എല്ലാ കാലഘട്ടത്തിലും മൾട്ടി ഡയമെൻഷനിൽ ഡിവിനിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മനുഷ്യന്മാർ അതിനെ പറ്റി പഠിക്കും, ഇതെന്താ. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പം നമുക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബട്ട് വി നോ നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റായപ്പോൾ, ആ ഓപ്പറേഷണൽ ഫങ്ഷണൽ സ്റ്റേറ്റ് കറക്റ്റായപ്പം അതവിടെ സംഭവിച്ചു. നൈസ്, വി ആക്സെപ്റ്റ് ഇറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും,
വണ്ടറസ് മൈൻഡോട് കൂടി, എക്സൈറ്റഡ് ആൻഡ് സർപ്രൈസ് മൈൻഡോട് കൂടി വി ലേൺ എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് വന്നത്. അത് നമ്മൾ റിവേഴ്സ് എൻജിനീയറിങ് ചെയ്ത് റീലേൺ ചെയ്യാം. ചെയ്യുന്നതിനനുസരിച്ചിട്ട് GT ഇവോൾവ്. നമ്മുടെ ഏഡിയൻ ഡോക്സിൻ്റെ എല്ലാ പ്രോഗ്രാംസ് അങ്ങനെ വി കീപ്പ് ഓൺ റിസർച്ചിങ്. കാരണം വി ഗെറ്റ് സംതിങ് ന്യൂ. ഓരോ പ്രോഗ്രാം കഴിക്കുമ്പോഴും നമുക്കതിന് പുതിയ ടേക്ക് അവേസ്, പുതിയ ഓപ്പണിങ്സ് വരും. നമ്മളതൊക്കെ എടുത്ത് വെച്ചിട്ട് വി ലേൺ അബൌട്ട് ഇറ്റ്, വി റിസർച്ച് അബൌട്ട് ഇറ്റ്. അതൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും. സോ ആസ് ദ GT മൂവ്സ് ടു 300, ഇപ്പോൾ 272 ആയി, 300 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആണ്ടിലൊരിക്കലോ അലൈൻമെൻറ്റിന് വരാണെങ്കിലും ഞാനിപ്പോൾ ഇത് എടുത്തല്ലേ പറ്റൂ. സോ ഫോർ മീ ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം എൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു, എനിക്കതിന് വേറെ ടൈം വെക്കണ്ട. സാമ്പിൾസ് ഇവിടെ ആൾക്കാരുണ്ട്, സ്റ്റോറീസ് ഉണ്ട്, എവിഡൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. സോ ഫോർ മീ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എവല്യൂഷൻ. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുകയാണെങ്കിലോ നിങ്ങൾക്ക് ആ റിസർച്ചിൻ്റെ ഭാഗമാവാം ഫ്രീ ആയിട്ട്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് കൂടും, നിങ്ങളുടെ ഫെയ്ത്ത് കൂടും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, നിങ്ങളുടെ എവല്യൂഷൻ സ്ട്രോങ്ങർ ആവും. പിന്നെ എന്തിനും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു സാധനം നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ ചോദിക്കണേ. അത് ഞാൻ പറഞ്ഞു, ഒരു സാധനം സ്പിരിച്വൽ സയൻറ്റിഫിക് മോഡലാണ്, സ്ട്രക്ചേർഡ് മോഡലാണ് നമ്മൾ പോകണേ. സാധാരണ റിസർച്ച് എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിഡൻസ് ബേസ് ചെയ്ത് പോണതിനപ്പുറത്തേക്ക് പുതിയൊരു സാധനം, പുതിയൊരു ഇന്നോവേറ്റീവ് സംഭവം ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ കോച്ചസിൻ്റെ ലാസ്റ്റ് നമ്മുടെ സബ്മിറ്റ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ സമയത്തുള്ള ഏഡിയൻ ഡോക്സിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, പാരൻസിന് പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രോഗ്രാം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഓരോ പ്രോഗ്രാമും റിസൾട്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാം പ്ലസ് റിസർച്ച് ഓറിയൻറ്റഡാണ്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും വി കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാമിൽ വന്നാലും ജസ്റ്റ് പ്രോഗ്രാമിന് വരുന്നതിനപ്പുറത്തേക്ക് നമ്മളെ സമയത്തോളം അതിൽ ഭയങ്കര, കാരണം നിങ്ങൾക്കറിയില്ല, ഒരു റിസർച്ച് ഓറിയൻറ്റഡ് മോഡ് പോകുന്നത് നമ്മൾ അത്രയും ഷാർപ്പ് ഫോക്കസ്ഡ് ആയിരിക്കണം, അതിൽ അത്ര ഇമ്മേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നവരൊക്കെ പറയാം, നിങ്ങളെക്കാളും കൂടുതൽ സ്വപ്നം എനിക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം എന്താ, ഞാൻ റിസർച്ചിലാണ്. അപ്പം നിങ്ങൾ കാണാത്ത ആംഗിൾസും കണ്ടിട്ട് അത് ഷോർട്ടാക്കിയിട്ട് കുറേ സമയം എടുക്കാമല്ലോ, അതിനും കൂടെ ടൈം ചുരുക്കിയിട്ട് ടൈം കംപ്രസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ആവേശത്തിൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈഡഡ് കോഡിൽ വന്നാലും, പാരൻറ്റിങ്ങിൽ വന്നാലും, സീക്കേഴ്സിൽ വന്നാലും, പ്രീമിയത്തിൽ വന്നാലും, GCTPയിൽ വന്നാലും, ഏത് GTയിൽ വന്നാലും, മാനിഫെസ്റ്റേഷൻ വന്നാലും, റൂമിനേറ്റിൽ വന്നാലും ഇതൊക്കെ ഇതിൻ്റെ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള റിസർച്ചുകളാണ്. മേ ബി എനിക്ക് ഇനിയും കുറച്ച് വർഷങ്ങൾ വേണ്ടി വരാം. പക്ഷേ ഈ വർഷങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലാ സ്ഥലത്തും ഓപ്പറേറ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത സാധനം നമ്മൾ ഒറ്റ സാധനമാക്കും. അതായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സംതിങ് ന്യൂ. അതിൽ ആൾക്കാർ പഠിച്ചോട്ടെ, ആൾക്കാർ റിസർച്ച് ചെയ്തോട്ടെ. ഓൾവേസ് വെൽക്കം. നമ്മൾ പുറത്തുനിന്നുള്ള കുറേ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വെൽക്കം ചെയ്യും. അവർ വന്ന് പഠിക്കട്ടെ. മേ ബി സംതിങ്, ഇതെങ്ങനെ, ഇത് എവിടെയും കാണാത്തതാലോ, ഇത് സയൻറ്റിഫിക് ആണോ, നിങ്ങൾ പഠിച്ചോളൂ. നമുക്കെന്താ തരാൻ പറ്റുക? സയൻറ്റിഫിക് ആണോ അല്ലേ നിങ്ങൾ പ്രൂവ് ചെയ്യുക, നമ്മൾ റിസൾട്ട് കാണിച്ചു തരാം, എവിഡൻസ് കാണിച്ചു തരാം. ദിസ് ഓൺലി വാട്ട് വി ക്യാൻ ഡു. അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം കുറേ കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ പാരൻറ്റിങ് കോച്ചസ് പ്രോഗ്രാം എടുക്കാൻ പറഞ്ഞു, ഇപ്പം ക്ലാസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോസ്റ്ററും സാധനം കാണുമ്പോൾ ക്ലാസ് നമ്മളൊക്കെ ഉണ്ടല്ലോ, അറ്റൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ സാധനം പോസ്റ്ററിൽ ഒരേപോലെ തോന്നിയാൽ കഴിഞ്ഞ്. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് നമ്മളെപ്പോഴും പറയാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാറ്റഗറിയിലേക്ക് കൊണ്ട് അവർക്ക് നഷ്ടമാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള. ഇപ്പോൾ മേ ബി ഒരു 2 വർഷം മുന്നേ സ്ഥിരമായിട്ട് GT അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കുറേയൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ അതിന് കുറേ ആയില്ല, ആവർത്തന വിരസതയെന്ന് ചിലപ്പോൾ മടിയായിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 7-8 GT മാത്രം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ആർക്കാ ബെനിഫിറ്റ് കൂടുതൽ വെച്ചാൽ മതി. ഇപ്പം വന്ന കുറേ ആൾക്കാർക്ക്, കാരണം GT ഇവോൾവ്. ഈ 9:30 ആകുമ്പോഴത്തേന് ഇപ്പോഴും 300 ആളുണ്ട്. താങ്ക് യു, നന്നായി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ 8:30-8:45 ആകുമ്പോഴത്തേന് കുറേ ആൾക്കാർ സമയമായിട്ട് പോകും, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഈ GT ഇങ്ങനെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തൊക്കെ GT നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പം കുറേ ആൾക്കാർ വിചാരിച്ച് യെസ് GT കഴിഞ്ഞു, ഇനി പോവാം. പക്ഷേ ആ Q&Aയിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നുള്ളത് പല ആൾക്കാർ അനുഭവിച്ചിട്ട് പോലുമില്ല. ബട്ട് മാജിക്സ് ആർ ഹാപ്പനിങ് എന്നുള്ളത് ആരും അനുഭവിച്ചിട്ടേ ഇല്ല എന്നല്ല. കുറേ ആൾക്കാർ ലീവ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് വീക്കിൽ ഞാൻ നോക്കിയപ്പോൾ 200-ന്റെ അടുത്ത ആൾക്കാർ സ്റ്റിൽ 12 മണി 12:30 വരെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പ്രാന്താണല്ലോ, 12:30 1 മണി വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, എന്നെ മാത്രമല്ല എൻ്റർടൈൻമെൻ്റ് അല്ല, എക്സൈറ്റിംഗ് വിത്ത് ബെനിഫിഷ്യൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമില്ലാണ്ട് എൻ്റെ സമയം ഞാൻ വെറുതെ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്താ അതിന് മാത്രം ദാരിദ്ര്യം? അങ്ങനെ നമ്മൾ കൊടുക്കൂലല്ലോ. ഞാൻ എൻ്റെ ലൈഫിലൊരു പോയിന്റിലെടുത്ത തീരുമാനം, എൻ്റെ സമയം എവിടെ ഞാൻ പർപ്പസ്ഫുൾ അല്ലാണ്ട് യൂസ് ചെയ്യില്ല. അതിപ്പോൾ ഫണ്ണ്, തമാശ, സ്വറ വൈബാണെങ്കിൽ പോലും അതിനെനിക്കൊരു പർപ്പസ് ഉണ്ടാവും. എങ്കിൽ മാത്രമേ ഐ വിൽ കമ്മിറ്റ് മൈസെൽഫ്. അല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇരിക്കില്ല. അത് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അവിടെ പർപ്പസ് ഉണ്ടാണോ. അത് ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ സമയം പർപ്പസ്ഫുൾ ആയിട്ടേ ഞാൻ യൂസ് ചെയ്യും. അതിപ്പോൾ ഞാൻ വെറുതെ ചടഞ്ഞിരിക്കുമ്പോൾ പോലും എനിക്കത് പർപ്പസ്ഫുൾ ആക്കാനുള്ള എന്തെങ്കിലും കാര്യത്തിലാക്കിയിട്ട് അങ്ങോട്ട് പോരുള്ളൂ. അപ്പം എന്നോട്
മെൻറ്റേഴ്സ് പറയുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് അവർ ഓരോ കാര്യം ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യായിരിക്കും. അപ്പോൾ ഒരു ഗൈഡും ഭയങ്കര സ്ക്രോളിംഗ് ആണ്. പക്ഷേ സ്ക്രോളിങ് കഴിഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ സ്ക്രോൾ ചെയ്യേണ്ട പോലെ എനിക്കത് പർപ്പസ്ലെസ് ആയിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. ബിക്കോസ് ഐ എം ഗെയിനിങ് സംതിങ്, ഐ ലേണിങ് സംതിങ്. അതെനിക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഇത്രയും ആഴ്ചകൾ നമ്മൾ ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് Q&A മുതൽ ഈ പ്രോസസ്സ് മുതൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ഇരിക്കുന്നു, ഞാനിവിടെ സംസാരിക്കുന്നു, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി കിട്ടുന്നു അതൊക്കെ ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇത്രയും സമയം ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഡിറ്റേഷൻ. ഇറ്റ്സ് എ മെഡിറ്റേഷൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ നമുക്ക് എത്ര നേരം കണ്ണടിച്ചിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റും ഫോക്കസ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക്? വി ഹാവ് ലിമിറ്റേഷൻസ്. ഇനി ശാന മെഡിറ്റേഷൻ തരാം, ഓക്കെ, നമ്മളതിലിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഗൈഡഡ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു മണിക്കൂറായി, 1.5 മണിക്കൂറായി. നിങ്ങളെന്താക്കും? ഇങ്ങനെ ഇരിക്കും ഓരോ ആൾക്കാർ, കഴിയാനായിരിക്കുന്നു. അതുവരെ ആ 1 മണിക്കൂറിനിടയിൽ കൊതുക് അടിച്ചത് കാല് തരിച്ചൊന്നും അറിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? പരിപാടിയാണോ? അല്ല പോണ്ടേ, അല്ല എന്താണ്, കണ്ണ് തുറക്കണ്ടേ, എന്തായി നോക്കണ്ടേ, ഒരു സാധനം വരുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് എന്ന അവെയർനെസ്സിൽ എല്ലാ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം നമ്മളുടെ മനസ്സുണ്ടാക്കിയ മായാവലയത്തിലുള്ള ശരി തെറ്റ് ബോധങ്ങൾക്കപ്പുറത്തേക്ക്, അതാ റൂമി പറഞ്ഞ ശരികൾക്കും തെറ്റുകൾക്കും അപ്പുറത്തൊരിടമുണ്ട്, അവിടെ നിങ്ങൾക്ക് എന്നെ കാണാം. കാരണം നിങ്ങൾ ആത്മാവിൻ്റെ തലം, ആ പ്യൂരിറ്റിയിൽ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന് ഒരുപാട് കൺസേൺസ് ഉണ്ടാക്കി, ഡൗട്ട് ഉണ്ടാക്കി, ചില സമയത്ത് ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ ചോദിക്കാണ്ട് വിളിച്ചു കൊണ്ടുവരും കണ്ണൊക്കെ അടിച്ചിരിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കളഞ്ഞ് കുളിക്കാൻ നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയമായിരിക്കും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കിട്ടുന്നത്. അത് കുറച്ച് നേരെ കിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ആലോചിക്കേ, ഞാൻ ഏകദേശം ഒരു 7:45 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 9:40 ആയിട്ടുണ്ട്. ഇത്രയും സമയം നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ തോത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ണ് തുറന്നിട്ട് എന്ത് ചെയ്യാണ്? മെഡിറ്റേറ്റ് ചെയ്യുക. ഞാൻ 2 മണിക്കൂർ സംസാരിച്ചു, ഒരു തുള്ളി പോലും വെള്ളം കുടിക്കാൻ എൻ്റെ തൊണ്ട എന്നോട് പറഞ്ഞില്ല, എടുത്ത് കുടിക്കടാ എന്ന് പറഞ്ഞില്ല. ക്ലിയർ? ഇനി ചില സമയത്ത് ഞാൻ Q&A ഡീൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കും. അതെനിക്ക് വെള്ളം കുടിക്കാൻ ദാഹം തോന്നിയത് കൊണ്ടല്ല, ഞാൻ ആ പ്രോസസ്സിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുമ്പം എൻ്റെ മൈൻഡ് എൻ്റെ ബോഡിക്ക് അത് ആവശ്യമാകുമ്പോൾ എന്നെ കൊണ്ട് അൺകോൺഷ്യസ്ലി ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് വേറെ ഇങ്ങനെ ദാഹിക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ, അങ്ങനെയല്ല. അത് ഓട്ടോ സെറ്റാണ്. കാരണം നമ്മളൊരു കാര്യത്തിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുമ്പം അവിടെ എന്താ സപ്ലൈ ചെയ്യേണ്ടത് അത് ഞാൻ അതിലേക്ക് ദാഹം എന്ന് വെച്ച് ശ്രദ്ധിക്കാതെ, നിങ്ങൾ കേട്ടില്ലേ ദാഹിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടതെന്ന്? പെട്രോൾ ഫുള്ള് തീർന്നിട്ടാണോ പെട്രോൾ അടിക്കേണ്ടത്? എപ്പോഴാണ് പെട്രോൾ അടിക്കേണ്ടത്? തീർന്നാൽ. അങ്ങനെ എന്നാൽ എൻജിൻ വേഗം കംപ്ലൈൻ്റ് ആവും. വെള്ളം എപ്പോഴാണ് കുടിക്കേണ്ടത്? ദാഹിക്കുന്നു ഇനി കുറച്ച് കുടിക്കട്ടെ, അങ്ങനെയാണോ? അല്ല. അത് നമ്മളിലെ ആ ബാലൻസിൽ ഇങ്ങനെ കൊടുക്കാനുള്ള സാധനം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ദാറ്റ് ഹാപ്പൻസ്, ദാറ്റ് ഓപ്പൺസ് അപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് GT. ഇന്ന് നമ്മളെ ടൈം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്.